عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على سيدنا محمد أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد. സമാദരണീയരായ സാദാത്തുക്കൾ, ആലിമീങ്ങൾ, കാരണവന്മാർ, മുന്നിരായ മുതഅല്ലിമുകൾ, സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ചുകൂടൽ, ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാ പ്രവർത്തനങ്ങളും നാളെ സ്വർഗത്തിൽ അവന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സന്തോഷമായി ഒരുമിച്ച് കൂടിയിരുന്ന് കാണാൻ പറ്റിയ വിധത്തിൽ ഇത് അല്ലാഹു ഖബൂലാക്കുമാറാവട്ടെ. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് ഇസ്മായിൽ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഈ പ്രദേശത്തിന്റെ ഈമാനിക ചൈതന്യം യാതൊരു കോട്ടവും സംഭവിക്കാതെ ഖിയാമത്ത് നാൾ വരെ അല്ലാഹു പൂർവോപരിശക്തിയോടുകൂടി നിലനിർത്തുകയും അനുഗ്രഹങ്ങൾ വർഷിക്കുകയും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട ഒരു സയ്യിദിന്റെ ഉറൂസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയത്. സയ്യിദുമാണ്, ആലിമുമാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെല്ലാം ആലിമീങ്ങളാണ്. വലി എന്ന് പറഞ്ഞാൽ അൽ വലിയു അൽ ആരിഫു ബില്ലാഹി وبصفاته حسب ما يمكن المواظب على الطاعات المجتنب عن المحظورات المعرض عن الانهماك في اللذات والشهوات. അഗാധ പാണ്ഡിത്യവും അല്ലാഹുവിനെ സംബന്ധിച്ചും അല്ലാഹുവിന്റെ സിഫാത്തുകളെ സംബന്ധിച്ചും അഗാധ പാണ്ഡിത്യവും ചെറുതൊന്നുമല്ലാത്ത കഴിവിന്റെ പരമാവധി പഠിച്ച് അറിവ് കരസ്ഥമാക്കുകയും ഇബാദത്തിൽ ഇബാദത്തുമായി പതിവായി ഇബാദത്തിൽ കഴിഞ്ഞുകൂടുകയും ദുനിയാവിന്റെ ആഡംബരങ്ങളിൽ മുഴുകാത്തവരും ആയ ആളുകൾക്കാണ് വലിയ എന്ന് പറയാം. വലിയ എന്ന് പറഞ്ഞാൽ വലിയ ആലിമാണ്. അൽ ആലിമു അൽ വലിയു, അൽ വലിയു അൽ ആലിം. അങ്ങനെ സയ്യിദും ആലിമും വലിയുമായ ഒരു മഹാ വ്യക്തിത്വത്തിന്റെ ഉറൂസിന്റെ മുമ്പിലാണ് നാം ഉള്ളത്. ഈ പ്രസംഗം ലൈവ് വിടരുതിട്ടോ, ലൈവ് കട്ടാക്കണം. അത് ഞാൻ പൊരുത്തപ്പെടൂല. റെക്കോർഡ് ചെയ്ത് വെച്ചോട്, എന്നിട്ട് പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയും വിടാം, അപ്പോൾ വിടാം. അതിനല്ലാതെ വിടരുത്. എന്തെങ്കിലും ഒരു കലിമത്ത് പഴിച്ചു പോയാൽ നാളെ പിന്നെ അത് ചർച്ചയാവും. ഞാൻ ഒരു പ്രസംഗവും ഇപ്പൊ ലൈവ് വിടാൻ സമ്മതിക്കാറില്ല. ക്ഷണിക്കുമ്പോ തന്നെ പറയാറുണ്ട്. ഇവിടെ ഞാൻ പറയാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. സയ്യിദ്, വലിയ, ആലിമ്, ഇതെല്ലാം ഇന്നത്തെ ചർച്ചാ വിഷയമാണ്. പരിമിതമായ സമയത്തിനുള്ളിൽ അതെല്ലാം കൂടി പറയാൻ കഴിയില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ടവരാണ്. ഒരൽപ്പം നാം അതൊന്ന് മനസ്സിലാക്കൽ അത്യാവശ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്രക്കിടെ വിശ്രമിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് ഇരുന്നപ്പോൾ സ്വഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, തറക്തു ഫീകും അംറൈൻ ലൻ തളില്ലു മാ തമസ്സകതും ബിഹിമാ. രണ്ട് കാര്യങ്ങൾ നിങ്ങളിൽ ഞാൻ ഉപേക്ഷിച്ചു പോകുന്നു.
നബി തങ്ങളുടെ യാത്ര വഫാത്തിലേക്കുള്ള സൂചനകൾ പലതും നടന്നിട്ടുണ്ട്. ഒരു സൂചനയാണിത്. രണ്ട് കാര്യം നിങ്ങളിൽ ഞാൻ ഉപേക്ഷിച്ചു പോകും, അത് രണ്ടും നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഒരിക്കലും പിഴക്കുകയില്ല. നിങ്ങൾ പിഴക്കാതെ ഈമാനും ഹിദായത്തും ലഭിക്കാൻ, അള്ളാഹുവിന്റെ സ്വർഗത്തിൽ എത്തിച്ചേരാൻ രണ്ട് കാര്യം ഞാൻ നിങ്ങൾക്ക് നൽകിക്കൊണ്ടാണ് പോകുന്നത്. എന്താണ് ആ രണ്ട് കാര്യം? കിതാബുല്ലാഹി വ ഇത്റതി. ഒന്ന് അള്ളാഹുവിന്റെ ഖുർആൻ, രണ്ട് എന്റെ സന്താന പരമ്പരയും. ഖിയാമത്ത് നാൾ വരെയുള്ള ഈ ഉമ്മത്തിന് വഴിപിഴക്കാതെ ദീൻ മനസ്സിലാക്കാൻ, ഹിദായത്ത് സിദ്ധിക്കാൻ അള്ളാഹുവിന്റെ റസൂൽ ഉപേക്ഷിച്ചു പോയ, ലോകത്തിന് സമ്മാനമായി നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അള്ളാഹുവിന്റെ ഖുർആൻ. അള്ളാഹുവിന്റെ ഖുർആൻ എങ്ങനെ അനുഗ്രഹമാണോ അതുപോലെ അനുഗ്രഹമാണ് അവിടുത്തെ കുടുംബ പരമ്പര. കിതാബുല്ലാഹി വ ഇത്റതി, അള്ളാഹുവിന്റെ ഖുർആനും എന്റെ സന്താന പരമ്പരയും. ഇത് രണ്ടും നിങ്ങൾ മുറുകെ പിടിച്ചാൽ ഒരിക്കലും നിങ്ങൾ പഴച്ചു പോവുകയില്ല. ചില ആളുകൾക്കൊരു വാദമുണ്ട്, നിബിതങ്ങളുടെ കുടുംബ പരമ്പരയൊക്കെ കർബലയിൽ വെച്ച് മുറിഞ്ഞുപോയി, കഴിഞ്ഞുപോയി, അങ്ങനെ ഒരു പരമ്പര ഇന്നില്ല, ഒക്കെ കർബലയിൽ ഷഹീദായി പോയി എന്ന് വാദിക്കുന്ന ബിദ്അത്ത് കക്ഷികളുണ്ട്. ഈ ഹദീസ് അവർക്ക് തന്നെ മറുപടിയാണ്. ലോകാവസാനം വരെയുള്ള ആളുകൾക്ക് ഖുർആൻ ദീൻ മനസ്സിലാക്കാൻ, മുറുകെ പിടിക്കാനുള്ളതാണ്. ഖുർആൻ എങ്ങനെ ഹിദായത്താണോ അതുപോലെ ഹിദായത്താണ് അവിടുത്തെ കുടുംബ പരമ്പരയും. നാളെ പരലോകത്ത് വരുമ്പോ നീ എന്തിനാ ഹിദായത്താകാതെ പോയത്, സത്യദീൻ എന്തുകൊണ്ട് സ്വീകരിച്ചില്ല എന്ന് ചോദിക്കുമ്പോ എങ്ങനെ സ്വീകരിക്കുക? അവിടുത്തെ ഹബീബ്, അല്ലാഹുവേ നിന്റെ ഹബീബ് ഞങ്ങൾ കേൾപ്പിച്ചു തന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഖുർആനാണ്, ഒന്ന് അവിടുത്തെ പരമ്പരയാണ്. അവിടുത്തെ പരമ്പര കർബലയിൽ വെച്ച് പോയില്ലേ, പിന്നെ എങ്ങനെ ഞങ്ങൾ ഹിദായത്താകും എന്ന് പറയേണ്ടി വരില്ലേ? അതുകൊണ്ട് ഈ ഹദീസ് തന്നെ പഠിപ്പിക്കുന്നു, അവിടുത്തെ പരമ്പര കർബലയിൽ വെച്ച് മുറിഞ്ഞു പോയിട്ടില്ല. അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങൾക്ക് ഹിദായത്തിന് വേണ്ടി അല്ലാഹു തആല നൽകിയ സമ്മാനമാണ് അവിടുത്തെ കുടുംബ പരമ്പര എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ കാല ചരിത്രം പരിശോധിച്ചാൽ അത് മനസ്സിലാവുകയും ചെയ്യും. ഇസ്ലാം ലോകത്ത് പ്രചരിപ്പിച്ചതിലെ മുഖ്യ പങ്ക് റസൂലുള്ളാഹിയുടെ കുടുംബ പരമ്പരക്കുണ്ട്. നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു അഖ്താബുൽ അർബഅത്തിൽപ്പെട്ടതാണ്. 4 പ്രധാനപ്പെട്ട ഖുതുബുകൾ, ഔലിയാക്കന്മാരുടെ ഏറ്റവും ഉന്നത പദവിയിലുള്ള 4 മഹാന്മാരായ ആളുകളിൽ ഏറ്റവും ഉയർന്ന പദവിയിലുള്ളവരാണ് ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. രണ്ടാമത്തേത് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അഹ്മദുൽ ബദവി റളിയല്ലാഹു അൻഹു, അബുൽ ഹസൻ അലി ഷാദിലി റളിയല്ലാഹു അൻഹു, ഇബ്രാഹിം അദ്ദസൂഖി റളിയല്ലാഹു അൻഹു, ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശുദ്ധ ഇസ്ലാമിക പ്രവർത്തനവും ദീനി ദഅവത്തും നടത്തി ജനങ്ങളെ ഹിദായത്തിലേക്ക് ക്ഷണിച്ച ഏറ്റവും പ്രധാനികളായ ആളുകളൊക്കെ സയ്യിദന്മാരാണ്. റസൂലുള്ളാഹിയുടെ കുടുംബ പരമ്പരയിലാണ് ഈ അഖ്താബുകളെല്ലാം ഉള്ളത്. ഇന്ത്യയിൽ ഇസ്ലാം കൊണ്ടുവന്നതോ ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി സയ്യിദല്ലേ, റസൂലുള്ളാഹിയുടെ കുടുംബ പരമ്പരയിൽപ്പെട്ടവരല്ലേ. കേരളത്തിൽ ആദ്യമായി വന്ന സയ്യിദ് വളപട്ടണത്തെ സയ്യിദ് അഹ്മദ് ജലാലുദ്ദീൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് മഹാനവറുകളാണ്. ശേഷം മമ്പുറം ഖുതുബുസ്സമാൻ സയ്യിദ് അലവി തങ്ങൾ, കൊച്ചി ചെമ്പട്ടവള്ളിയിൽ സയ്യിദ് ഇസ്മായിൽ ബുഖാരി തങ്ങൾ. എവിടെ നോക്കിയാലും സാദാത്തുക്കളുടെ നേതൃത്വം ഈ രാജ്യത്ത് നമുക്ക് കാണാൻ കഴിയും. കർണാടകത്തിലും കേരളത്തിലും നാട് എവിടെ പരിശോധിച്ചാലും ഒരു സയ്യിദിന്റെ നേതൃത്വമില്ലാത്ത പ്രദേശം വളരെ കുറവായിരിക്കും.
അപ്പൊ പരിശുദ്ധ ദീനിന്റെ വിളക്കാണ് റസൂലുള്ളാഹി തങ്ങളുടെ കുടുംബ പരമ്പര എന്ന് പറയുന്നത്. ഹിദായത്ത് വേണോ? ഒരു സയ്യിദ് വേണം. ഒരു സയ്യിദിനെ മുറുകെ പിടിക്കണം. ഒരു സയ്യിദിന്റെ പിന്നാലെ കൂടണം. റസൂലുള്ളാഹിയുടെ കുടുംബ പരമ്പരയെ സ്നേഹിക്കുകയും മുറുകെ പിടിക്കുകയും ചെയ്യണം. അപ്പോഴേ ഹിദായത്ത് പൂർണ്ണമാവുകയുള്ളൂ. ഖുർആൻ എങ്ങനെ ഹിദായത്തിനെ പറ്റി, അതുപോലെ ഹിദായത്തിനെ പറ്റിയതാണ് റസൂലുള്ളാഹിയുടെ കുടുംബ പരമ്പരയും. നമ്മുടെ ഈ മഹല്ലത്തിൽ ഒരു സയ്യിദിന്റെ നേതൃത്വമുണ്ട്. അതിന്റെ ബറക്കത്ത് ഇവിടെ വരുമ്പോൾ അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. വലിയ ഐശ്വര്യമുള്ള നാടാണ്. നിരവധി ആലിമീങ്ങൾ ദർസ് നടത്തി. മഞ്ഞനാടി ഉസ്താദ്, അബ്ബാസ് ഉസ്താദ്, ബേക്കൽ ഉസ്താദ്, പണ്ടുകൂറ്റൻ ആലിമീങ്ങൾ ഈ മഹല്ലത്തിന് നേതൃത്വം കൊടുത്തവരാണ്. ഈ സയ്യിദിന്റെ കാരണത്താൽ ഈ പ്രദേശം ധന്യമാണ്, ബർക്കത്തുള്ളതാണ്, ആലിമീങ്ങളെ നാടാണ്, മുഅ്മിനീങ്ങൾ തിങ്ങി താമസിക്കുന്ന നാടായി മാറിയിരിക്കുകയാണ്. ഈ സയ്യിദിന്റെ ബർക്കത്താണത്. അപ്പോൾ സാധാത്തുക്കൾ സയ്യിദന്മാർ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സമയം ദീർഘം, എനിക്ക് സംസാരിക്കാൻ ഒരുപാട് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ചുരുക്കി ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. സയ്യിദന്മാരെന്ന് പറഞ്ഞാൽ ആരാണ്? ഈ ദുനിയാവിൽ നിന്ന് മരിച്ചു പിരിയുമ്പോൾ ഈമാനോടുകൂടി മാത്രമേ മരിക്കൂ എന്ന് ഉറപ്പുള്ള വിഭാഗമാണ് സയ്യിദന്മാർ. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബ പരമ്പര ഈമാൻ നഷ്ടപ്പെട്ട് മരിക്കില്ല. അവർ ഈമാനോടുകൂടിയേ മരിക്കുകയുള്ളൂ. റസൂലുള്ളാഹിയുടെ കുടുംബ പരമ്പരയാണത്. അല്ലാഹു അവരെ ശുദ്ധി ചെയ്തിട്ടുണ്ട്, കാവലാക്കിയിട്ടുണ്ട്. മുർത്തദ്ദാകുന്ന വാക്കോ പ്രവൃത്തിയോ ഒരു സയ്യിദിൽ നിന്ന് സംഭവിക്കുകയില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട ഒരു തങ്ങളിൽ നിന്ന് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന റിദ്ദത്തിന്റെ വാക്കുകളോ മുർത്തദ്ദായി പോകുന്ന പ്രവൃത്തികളോ സംഭവിക്കുകയില്ല എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഫതാവൽ ഹദീദിയ നോക്കിയാൽ കാണാം. ഏതെങ്കിലും ഒരു സയ്യിദിൽ നിന്ന് മുർത്തദ്ദാകുന്ന വല്ല വാക്കുകളോ പ്രവർത്തികളോ വന്നു പോയെങ്കിൽ ഒരു തങ്ങളായിട്ട് അറിയപ്പെടുന്ന വ്യക്തിയാണ്. പക്ഷേ അയാൾ മുർത്തദ്ദാകുന്ന പണി ചെയ്തു, അല്ലെങ്കിൽ മുർത്തദ്ദാകുന്ന വാക്ക് സംഭവിച്ചു എങ്കിൽ മനസ്സിലാക്കിക്കോ, അദ്ദേഹം റസൂലുള്ളാഹി വരെ മുട്ടുന്ന പരമ്പര എവിടെയോ മുറിഞ്ഞു പോയിട്ടുണ്ട്. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് തങ്ങളല്ലാത്ത ഒരാളായിരിക്കാം. തങ്ങളല്ലാത്ത സയ്യിദല്ലാത്ത ഒരാള് ഒരു ബീവിക്കുട്ടിയെ വിവാഹം ചെയ്തു, സയ്യിദത്ത് കുടുംബത്തിൽ നിന്ന് വിവാഹം ചെയ്തു. എന്നാൽ അതിൽ ജനിക്കുന്ന കുട്ടി തങ്ങളാവുകയില്ല, സയ്യിദാവുകയില്ല. ബാപ്പയെ കൊള്ളയാണ് പരമ്പര ചേർക്കുക. ബാപ്പ സയ്യിദാണ്, ഉമ്മ സയ്യിദല്ലാത്ത കുടുംബമാണെങ്കിലും അതിൽ ജനിക്കുന്ന കുട്ടി തങ്ങളാണ്, സയ്യിദാണ്. അതേസമയം ബാപ്പ സയ്യിദല്ലാത്ത കുടുംബമാണ്, തങ്ങളല്ലാത്ത കുടുംബമാണ്, ഉമ്മ സയ്യിദാണ്, പക്ഷേ അതിൽ ജനിക്കുന്ന കുട്ടി തങ്ങളാകില്ല. ബാപ്പ എങ്ങനെയാണോ അതുപോലെയാണ്. അപ്പൊ ചില കഴിവില്ലാത്ത പാവങ്ങളായ കുടുംബങ്ങൾ അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും? സയ്യിദത്താണ്, ബീവിക്കുട്ടിയാണ്, തങ്ങൾ കുട്ടിയാണ്. സാമ്പത്തികമായ കഴിവില്ലാത്തത് കൊണ്ട്, പരാധീനത കൊണ്ട്, വിഷമം കൊണ്ട് വിവാഹം നടക്കാതിരുന്നപ്പോൾ സയ്യിദല്ലാത്ത ഒരാളെ വിവാഹം ചെയ്തു സ്വീകരിച്ചു. ഒരു നല്ല ജീവിതം കൊടുക്കാമല്ലോ എന്ന് കരുതി. അതൊക്കെ ശരിയാണ്, നല്ലത് തന്നെ, കുഴപ്പമൊന്നും പറയാനില്ല. അതേസമയം അതിൽ ജനിക്കുന്ന കുട്ടി തങ്ങളാവുകയില്ല. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ ആള് നാട്ടിലെ ജനങ്ങളൊക്കെ തങ്ങൾ കുടുംബത്തിൽ നിന്നല്ലേ വിവാഹം ചെയ്തത്, അങ്ങനെ തങ്ങളെ 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 അങ്ങനെ വിളിക്കാൻ തുടങ്ങി. 2-3 തലമുറ കഴിഞ്ഞപ്പോ അത് തങ്ങളായിട്ട് അങ്ങനെ പ്രചാരത്തിൽ വന്നു. അങ്ങനെയൊക്കെ സംഭവിക്കാം. അതാണ് പരമ്പര മുറിഞ്ഞു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. യഥാർത്ഥ സയ്യിദ് കുടുംബത്തിൽപ്പെട്ട ഒരാളെടുത്തുനിന്ന് ഈമാൻ തെറ്റിപ്പോകുന്ന ഒന്നും സംഭവിക്കില്ല. മരിക്കുമ്പോ ഈമാനോടുകൂടി അവർ മരിക്കുള്ളൂ എന്ന് ഉറപ്പാണ്. അങ്ങനത്തെ ഒരു വർഗം ഇവിടെ ആരാളുള്ളത്? അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബ പരമ്പരക്കാണ് ബഹുമാനമുള്ളത്. കാരണം മുത്തുനബിയുടെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ് സയ്യിദന്മാരെന്ന് പറയുന്നത്. റസൂലുള്ളാഹിയുടെ ശരീരത്തിന്റെ ഒരു ഭാഗം അവരിലുണ്ട്. അത് അല്ലാഹു നരകത്തിലേക്ക് വലിച്ചെറിയുകയില്ല. അതിനിടം വരാതെ അല്ലാഹു തആല കാത്തുരക്ഷിക്കും.
എത്ര തെറ്റ് ചെയ്യുന്ന സയ്യിദാണെങ്കിൽ പോലും മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം അത് തൗബ ചെയ്ത് മടങ്ങാം. അവർ തൗബ ചെയ്തിട്ടേ മരിക്കുള്ളൂ എന്ന് ബർസൻജിയുടെ ശറഹിൽ കാണാം. കുഫ്രിയത്തിലേക്ക് എത്തിക്കാത്ത ബിദ്അത്ത് സംഭവിച്ച സയ്യിദാണെങ്കിൽ പോലും അയാൾ ആ ബിദ്അത്തിൽ നിന്ന് മടങ്ങിയിട്ടേ മരിക്കുള്ളൂ ബർസൻജിയുടെ ശറഹിൽ മഹാന്മാരായ പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. അതവര് ഈമാനിനെ കേടുവരുത്താത്ത കാര്യമാണ്. അവർ അല്ലാഹു തആല തെറ്റിൽ നിന്ന് തൗബ ചെയ്യിപ്പിച്ച് സാലിഹീങ്ങളാക്കിയിട്ടേ മരിക്കുള്ളൂ. ഈ ഉമ്മത്തിന്റെ കിടാവിളക്കാണവർ. ഈ ഉമ്മത്തിന് കിടാവിളക്കാണ്. പഴയകാലത്ത് മഹാന്മാരായ ആലിമീങ്ങൾ പറയുമായിരുന്നു, ലികുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബ. എല്ലാ നബിമാർക്കും ഒരു ദുആ ഉണ്ട്, ഉത്തരം കിട്ടുന്ന ദുആ ഉണ്ട്. എന്താണോ ദുആ ചെയ്യുന്നത്, എവിടെ വെച്ചാണോ ദുആ ചെയ്തത്, എപ്പോഴാണോ ദുആ ചെയ്തത്, ആ ദുആ ചെയ്ത സമയത്ത് ആ ദുആ ചെയ്ത വിഷയം എന്തോ അത് അവിടെ വെച്ച് തന്നെ അല്ലാഹു ഉത്തരം കൊടുക്കുന്ന ഒരു പ്രത്യേകമായ ദുആ എല്ലാ അമ്പിയാക്കൾക്കും കൊടുത്തിട്ടുണ്ട്. അല്ലാഹു തആല ഫതഅജ്ജല കുല്ലു നബിയ്യിൻ ദഅവതഹു. എല്ലാ നബിമാരും അവരുടെ ദുആ നിർവഹിച്ചു പോയി. അതാത് ആവശ്യങ്ങൾ വന്നപ്പോൾ ദുനിയാവിൽ വെച്ചവർ നിർവഹിച്ചു പോയി. അവരുടെ ഉമ്മത്ത് അവരെ കഷ്ടപ്പെടുത്തിയപ്പോൾ റബ്ബി ഇന്നി ദഅവതു ഖൗമി ലൈലൻ വനഹാറാ ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറാ. നൂഹ് നബി അലൈഹിസ്സലാം അവിടുത്തെ ഖൗമിനെതിരില്ല ദുആഇനെ ഉപയോഗപ്പെടുത്തി. എല്ലാ നബിമാരും അവരുടെ ഉമ്മത്തിന് റഹ്മത്താണ്. സർവ്വ നബിമാരും അവരുടെ ഉമ്മത്തിന് റഹ്മത്താണ്. അല്ലാഹുവിന്റെ റസൂൽ ലോകത്തിന് മുഴുവനും റഹ്മത്താണ്. സർവ്വ സൃഷ്ടികൾക്കും റഹ്മത്താണ്. ഈ റഹ്മത്തായ നബിമാരും അവരുടെ ഉമ്മത്ത് അവർ ചെയ്ത കഷ്ടപ്പാടുകൾ ചെറുതൊന്നുമല്ല. ചിലപ്പോൾ അതിനെതിരിലൊക്കെ അവരുടെ ദുആനെ അവർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ നബിമാരും ദുആ فإني اختبأت دعوتي إلى يوم القيامة شفاعة لأمتي. എല്ലാ നബിമാരും അവരെ ദുആ ആയിരുന്നപ്പോൾ ഞാൻ എന്റെ ദുആ നിർവഹിച്ചില്ല. ഞാനത് അവിടെ സൂക്ഷിച്ചു വെച്ചു. ഇലാ യൗമിൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിലേക്ക് സൂക്ഷിച്ചു വെച്ചു. ശഫാഅത്തൻ ലിഉമ്മത്തി, എന്റെ ഉമ്മത്തിന് ശഫാഅത്ത് ചെയ്ത് രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ എന്റെ ദുആനെ പരലോകത്തേക്ക് നീട്ടിവെച്ചു. ഈ ഹദീസിന്റെ മാന പറയുമ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ ഈ ദുആ അവിടുത്തെ പേരക്കുട്ടികളിൽ അവിടുത്തെ സന്താന പരമ്പരയിൽ ഒതുക്കിക്കളഞ്ഞാൽ നമ്മുടെ കാര്യം കഷ്ടമാണ്. ശഫാഅത്തുൽ ഉമ്മത്തി എന്ന് പറഞ്ഞത് അവിടുത്തെ പേരക്കുട്ടികളെയാണ് ഉദ്ദേശിച്ചത് എന്നാകാൻ സാധ്യതയുണ്ട്. ബഹുമാനപ്പെട്ട ഖുതുബി ശംസുൽ ഉലമ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ കണ്ണിയത്ത് ഉസ്താദിന്റെ ഉസ്താദാണ്. ശംസുൽ ഉലമ ഇകെ ഉസ്താദിന്റെ ഉസ്താദാണ്. നമ്മുടെ കേരളത്തിലുള്ള പടുകൂറ്റൻ ആലിമീങ്ങളെ മുഴുവനും ഉസ്താദാണ്. അങ്ങനത്തെ ഖുതുബി സ്ഥിരമായി പ്രസംഗത്തിൽ പറയുമായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ വഅദിന്റെ മജ്ലിസിൽ ഇരുന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ വയസ്സന്മാരായ ആളുകൾ ഇപ്പോഴും നമ്മുടെ മലബാറിലൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ട്. ഖുതുബി അങ്ങനെ പറയുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ അങ്ങാനും ആ ശഫാഅത്ത് അവിടുത്തെ ഉമ്മത്തികളിൽ അവിടുത്തെ പേരക്കുട്ടികളിൽ ഒതുക്കിയാൽ നമ്മളെ കാര്യം കഷ്ടമല്ലേ? അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ കുടുംബത്തിനെ പറ്റി നിങ്ങൾ ഒന്നും പറയരുത്, ആക്ഷേപിക്കരുത്, കുറ്റപ്പെടുത്തരുത്, അവരെ കൈവിടരുത്. അവര് നമ്മുടെ ദീനിന്റെ കിടാവിളക്കാണ്. ഞാൻ സയ്യിദ് ഇസ്മായിൽ ബുഖാരി തങ്ങളെ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ ബറക്കത്തിന് വേണ്ടി സാദാത്തുക്കൾ ആരാണെന്നും നമുക്ക് അവരോടുള്ള ബന്ധം എത്ര വലുതാണെന്നും കടപ്പാടും മനസ്സിലാക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തിയതാണ്. അല്ലാഹു തആല അവരുടെ തണലിലാണ് ഈ രാജ്യത്തുള്ള ജനങ്ങൾ. ഇപ്പോ ഏതൊരു സ്ഥലത്ത് ചെന്ന് നോക്കിയാലും ഒരു ജില്ലയിൽ എത്ര സയ്യിദന്മാരെ മക്ബറുണ്ടാവും? അല്ലാഹു തആല ഒരു മനുഷ്യന് നന്നാകാൻ വിചാരിച്ചാൽ ഒരു മനുഷ്യനെ അല്ലാഹു എന്താണ് ആക്കുക? മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. അല്ലാഹു ഒരു മനുഷ്യരെ ഖൈർ തീരുമാനിച്ചാൽ
ഖൈർ ഉദ്ദേശിച്ചാൽ അവനെ ഒരു ഡോക്ടറാക്കുമെന്നല്ല പറഞ്ഞത്. അല്ലാഹു ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ അവനെ എഞ്ചിനീയറാക്കുമെന്നല്ല പറഞ്ഞത്. അല്ലാഹു ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ അവനെ സമ്പന്നനാക്കുമെന്നല്ല പറഞ്ഞത്. അവനെ ഭരണാധികാരിയാക്കുമെന്നല്ല പറഞ്ഞത്. ഒരു രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ആക്കുമെന്നല്ല അല്ലാഹു പറഞ്ഞത്. ദുനിയാവിലെ ഒരു സ്ഥാനമാനവുമല്ല അല്ലാഹു പറഞ്ഞത്. അല്ലാഹു ഒരു മനുഷ്യന് ഖൈർ ഉദ്ദേശിച്ചാൽ അല്ലാഹു അവനെ ആക്കുന്നത് ഒരു പണ്ഡിതനാക്കി മാറ്റും. അല്ലാഹു ഒരു ആലിമാക്കും. അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചാൽ അല്ലാഹു അവനാക്കൽ ഒരു ആലിമാക്കി മാറ്റും. അതിലപ്പുറം ഇനി വല്ലതും ഉണ്ടോ? ആലിം എന്ന് പറഞ്ഞാൽ, ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്, സമയം കിട്ടിയെങ്കിൽ പറയാം. ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ആലിമീങ്ങൾ, ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹു തആല അവന്റെ സ്വർഗ്ഗം സൃഷ്ടിച്ചത് ആർക്കാണെന്നറിയോ നിങ്ങൾ? ذَلِكَ لِمَنْ خَشِيَ رَبَّهُ. സ്വർഗ്ഗം അല്ലാഹുവിനെ ഭയപ്പെട്ടവർക്കുള്ളതാണ്. ലം യകുനില്ലദീന കഫറു എന്ന സൂറത്തിന്റെ അവസാനത്തെ വാചകമാണ് ذَلِكَ لِمَنْ خَشِيَ رَبَّهُ. സ്വർഗ്ഗം അല്ലാഹുവിനെ ഭയപ്പെട്ടവർക്കുള്ളതാണ്. ആരാണ് അല്ലാഹുവിനെ ഭയപ്പെട്ടത്? ഖുർആൻ തന്നെ പറയുന്നു, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹുവിനെ ഭയപ്പെട്ടത് ആലിമീങ്ങളാണ്. അപ്പോൾ സ്വർഗ്ഗം അല്ലാഹു സൃഷ്ടിച്ചത് ഉലമാഇന് വേണ്ടിയാണ്. സാധാരണക്കാരന് സ്വർഗം കിട്ടൂലേ? കിട്ടും. കുൻ ആലിമൻ, നീ ഒരു ആലിമായിക്കോ. ഔ മുതഅല്ലിമൻ, അല്ലെങ്കിൽ ഒരു മുതഅല്ലിമെങ്കിലുമായിക്കോ. ഔ മുഹിബ്ബൻ, അല്ലെങ്കിൽ ആലിമീങ്ങളെയും മുതഅല്ലിമീങ്ങളെയും സ്നേഹിക്കുന്നവരായിക്കോ. ഔ മുസ്തമിഅൻ, അതുമല്ലെങ്കിൽ അവർ പറയുന്നത് കേട്ട് അവരുടെ കൽപ്പനക്ക് വഴിപ്പെട്ട് നിന്റെ ജീവിതത്തെ അങ്ങ് ക്രമപ്പെടുത്തി കൊടുത്തേക്ക്. ഈ നാലാലൊന്നേ ആകാൻ പറ്റുള്ളൂ. ഒന്നുകിൽ ആലിമാകണം, അല്ലെങ്കിൽ മുതഅല്ലിമാകണം, അല്ലെങ്കിൽ ആലിമീങ്ങളെയും മുതഅല്ലിമീങ്ങളെയും സ്നേഹിക്കുന്നവരാകണം. ഔ മുസ്തമിഅൻ, അല്ലെങ്കിൽ അവർ പറയുന്നത് കേട്ട് അനുസരിക്കുന്നവരായിരിക്കണം. ഫലാ തകുൻ ഖാമിസാ, നീ അഞ്ചാമനാവരുത്. ഖാലൂ, സ്വഹാബത്ത് ചോദിച്ചു, മനിൽ ഖാമിസു, ആരാണ് അഞ്ചാമൻ? ഖാല, അവിടെന്ന് പറഞ്ഞ മറുപടി അൽ മുബ്തദിഉ. അവിടെയാണ് ഹദീസ് ചെന്ന് അവസാനിക്കുന്നത്. ഫലാ തകുൻ ഖാമിസ, നിങ്ങൾ അഞ്ചാമനാവരുത്. ഖാലൂ, സ്വഹാബത്ത് ചോദിച്ചു, മനിൽ ഖാമിസു, അഞ്ചാമൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഖാല അൽ മുബ്തദിഉ, അഞ്ചാമൻ എന്ന് പറഞ്ഞതോട് ഉദ്ദേശം മുബ്തദിയാണ്. നിങ്ങൾ മുബ്തദി ആയി പോകരുത് കേട്ടോ. അല്ലാഹു തആല അവന്റെ സ്വർഗ്ഗം സൃഷ്ടിച്ചത് അല്ലാഹുവിനെ ഭയപ്പെട്ടവർക്കാണ്. അല്ലാഹുവിനെ ഭയപ്പെടുന്നത് ആലിമീങ്ങളാണ്. ഈ ആയത്തിൽ വേറൊരർത്ഥം, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ എന്നാണ് ഖുർആനിൽ അവിടെ പ്രത്യക്ഷത്തിലുള്ളത്. വേറെ ഒരു ഖിറാഅത്തിന്റെ അവിടെ ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ. തഫ്സീർ ഖുർതുബി അത് വിവരിച്ചിട്ടുണ്ട്. ഇന്നമാ യഖ്ഷല്ലാഹു, അല്ലാഹു പോലും ഭയപ്പെടുന്നു, അൽ ഉലമാ, ആലിമീങ്ങളെ. ബഹുമാനത്തിന്റെ പേടി, ബഹുമാനം അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള പേടിയാണ്. അല്ലാഹു പോലും ആലിമീങ്ങളെ ഭയപ്പെടുന്നു. തഫ്സീറുകളിൽ കാണാം ഇങ്ങനെ ഒരു മാന. ആലിമീങ്ങളുടെ പദവി നിങ്ങൾ മനസ്സിലാക്കണം. ഇതിലപ്പുറം ദുനിയാവിൽ വേറെ ഒരു പദവി ഇനി കിട്ടാനില്ല. ആലിമാവുക എന്നതിലപ്പുറം വലിയൊരു പദവി ഈ ദുനിയാവിൽ കിട്ടാനില്ല. അതൊരു സയ്യിദും കൂടി ആയാലോ. ആലിമുമാണ്, സയ്യിദുമാണ്. ബഹുമാനപ്പെട്ട താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാനുൽ ബുഖാരി ഉള്ള ആൾ തങ്ങൾ പാപ്പ നമ്മുടെ നേതൃത്വമായിരുന്നു. ജനിച്ചു പിറന്നു വീഴുന്നത് കിതാബിലേക്ക് എന്ന് പറയാം. വഫാത്ത് വരെ കിതാബും ദർസും. ഉള്ളാളത്തെ സയ്യിദ് മദനി തങ്ങളുടെ ചാരത്ത് ദർസ് നടത്തി ഇൽമുമായി കഴിഞ്ഞുകൂടി അവസാനം വരെ ഇൽമുമായി ബന്ധപ്പെട്ട സയ്യിദുമാണ്, ആലിമുമാണ്. എന്തോ ഒരു ശ്രേഷ്ഠതയും മഹത്വമുള്ളവരാണ്.
അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നതും ഒരു സയ്യിദ്, ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നതും ഒരു സയ്യിദ്. അത് ആലിമും സയ്യിദും കൂടിയാകുമ്പോൾ ഇനി അവരുടെ മഹത്വം എത്രയാണ്. ഇത്രയും വലിയ മഹാന്മാരെ ഈ നാട്ടിൽ അല്ലാഹു തആല നിങ്ങൾക്ക് തന്നത് എന്തുമാത്രം വലിയൊരു അനുഗ്രഹമാണ്. എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ആലിമീങ്ങളോടും സയ്യിദന്മാരോടും സഹവസിച്ചു സഹകരിച്ചു കഴിഞ്ഞുകൂടിയാൽ മതി. നേരത്തെ നിങ്ങൾ കേട്ടില്ലേ നമ്മുടെ ഉസ്താദ് പറഞ്ഞത്? നമ്മുടെ പള്ളിയിൽ ദർസ് നടത്തുന്ന ബാക്കവി ഉസ്താദ് ഒരുപാട് ആളുകളെ മുമ്പിൽ വെച്ച് സംസാരിച്ച ഒരു കഥ, ഒരു പുതിയ അനുഭവം നിങ്ങളെ മുമ്പിൽ പങ്കുവെച്ചു. എന്താണത്? ആലിമീങ്ങളോടും സഹവസിച്ചാൽ, മഹാന്മാരോട് സഹവസിച്ചാൽ ഉണ്ടാകുന്ന ഗുണം മഹാനവറുകൾ ഇവിടെ പറഞ്ഞു. ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കഥയാണ് ഞാൻ ഓർക്കുന്നത്. അബൂ യസീദുൽ ബിസ്താമി എന്ന് പറയുന്ന മഹാൻ വലിയ പണ്ഡിതനാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരിൽ സമുന്നതനായ വലിയ നേതാവാണ്. ചെറിയ ആളൊന്നുമല്ല. ചെറുപ്രായത്തിൽ തന്നെ ബാപ്പാനോട് തർക്കം കൂടി തഹജ്ജുദ് നിസ്കാരം തുടങ്ങിയ കുട്ടിയാണ്. ചെറിയ കുട്ടിയായപ്പോൾ തന്നെ തഹജ്ജുദ് നിസ്കാരം തുടങ്ങി. വാപ്പ തഹജ്ജുദിന് എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ, എന്താണ് നിങ്ങൾ എന്നെ വിളിച്ചുണർത്താത്തത് എന്ന് വാപ്പാനോട്. മോനെ, നീ ചെറിയ കുട്ടിയല്ലേ, നിസ്കാരത്തിന് കൽപ്പിക്കേണ്ട ശിക്ഷിക്കേണ്ട പ്രായമൊന്നും ആയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചപ്പോൾ ഈ കൊച്ചു കുട്ടി പറയാണ്, തഹജ്ജുദ് നിസ്കരിച്ചതിന്റെ പേരിൽ നിങ്ങൾ നാളെ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ, നാളെ പരലോകത്ത് മഹ്ശറയിൽ അല്ലാഹു തആല സർവ്വജനങ്ങളെയും ഒരുമിച്ച് കൂട്ടും. അല്ലാഹു തആല ഫീ സഈദിൻ, ഒരു സ്ഥലത്ത് ഒരു മൈതാനത്ത് ഒരുമിച്ച് കൂട്ടും സർവ്വജനങ്ങളെയും. എത്ര കാലം നിൽക്കണം ആ നൃത്തം? മഹ്ശറയിൽ എത്ര കാലം നിൽക്കണമെന്നറിയുമോ? കാന മിഖ്ദാറുഹു 50,000 സനത്തിൻ, 50,000 കൊല്ലത്തോളം നിൽക്കണം. ദുനിയാവിലെ 50,000 കൊല്ലമാകുമ്പോൾ മഹ്ശറയിൽ ഒരു ദിവസമാകും. 50,000 കൊല്ലം കഴിഞ്ഞാൽ പിരിച്ചുവിടുമെന്നല്ല, ദുനിയാവിലെ 50,000 കൊല്ലമാകുമ്പോൾ മഹ്ശറയിൽ ഒരു ദിവസമാകും. അവിടെ നിന്നിട്ട് കത്തിജ്വലിക്കുന്ന അഗ്നിഗോളമാകുന്ന സൂര്യന്റെ ചുവട്ടിൽ എന്താണ് താഴെ കാണുന്നത്? കരിങ്കല്ലാണോ, മണ്ണാണോ, മാർബിളാണോ, ഗ്രാനൈറ്റ് ആണോ, ഇരുമ്പാണോ? എന്താണ് താഴെ വീഴ്ചിരിക്കുന്നത്? ഖണ്ഡിതമായ ഖുർആനിലും ഹദീസിലും കൃത്യമായി പറഞ്ഞു കാണുന്നില്ല. യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാത്. ഏതായാലും ഇന്ന് ഈ കാണുന്ന ഭൂപ്രകൃതിയല്ല എന്നുറപ്പാണ്. ഇന്നത്തെ ഈ കാണുന്ന ഭൂമിയല്ല മഹ്ശറയിൽ. അതിനാള്ള കോലം മാറ്റിയിട്ടുണ്ട്, രൂപം മാറ്റിയിട്ടുണ്ട്, അത് മാറ്റിമറിച്ചിട്ടുണ്ട്. അങ്ങനെ മഹ്ശറയിൽ ഒരുമിച്ച് കൂടി നിൽക്കുമ്പോൾ എങ്ങനെയാണ് മഹ്ശറയിലെ നൃത്തം? മഹ്ശറയിലെ നൃത്തം എന്ന് പറഞ്ഞത് ആവനാഴിയിൽ അമ്പും കുറ്റി നിറച്ചു വെച്ചതുപോലെ എന്നാണ് ഹദീസിലുള്ളത്. എന്താണ് ആവനാഴി, അമ്പും കുറ്റി? ഇന്നത്തെ തലമുറക്കതറിയില്ല. അമ്പയ്യാൻ പോകുന്ന ആളുകൾ അവരുടെ അമ്പുകളെല്ലാം കൂടി ഒരു പാത്രത്തിൽ കുത്തി നിറച്ചു വെച്ചാൽ അത് ടൈറ്റായിട്ട് അതിന്റെ ഉള്ളിൽ നിൽക്കും. അതിനൊരു ഉദാഹരണം മനസ്സിലാക്കാൻ പറയാം. ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് കുളിച്ചു കഴിഞ്ഞാൽ ചെവിട്ടിൽ തിരിക്കുന്ന ബെഡ്സില്ലേ, ചെവിട്ടിൽ തിരിക്കുന്ന ബെഡ്സ്, അത് എടുക്കാൻ വേണ്ടി ഒരു അലമാരിയിൽ ചെന്ന് അതെടുക്കുകയാണ്, ഒരു ഷെൽഫിൽ ചെന്ന് അതെടുക്കുകയാണ്. നിറച്ചു വെച്ച ഒരു പാത്രത്തിൽ നിറയെ ബെഡ്സ് നിറച്ചു വെച്ചിട്ടുണ്ട്, ടൈറ്റായിട്ട് വെച്ചിട്ടുണ്ട്. അതെത്ര തിങ്ങിയാണോ നിൽക്കുന്നത്, ഇനി ഒന്ന് അതിന്റെ ഉള്ളിലേക്ക് കയറ്റാൻ സാധ്യമല്ലാത്ത വിധം ആ ബെഡ്സുകൾ ടൈറ്റായിട്ട് നിൽക്കുന്നത് പോലെ നാളെ മഹ്ശറയിൽ അടുത്തടുത്താണ് നിൽക്കുന്നത്. വിട്ടുവിട്ടല്ല, ടൈറ്റായിട്ടാണ് ജനങ്ങൾ നിൽക്കുന്നത്. ഫാസ മൻ വജദ മൗളിഅ ഖദമൈഹി, രണ്ട് കാലിങ്ങനെ ചവിട്ടി നിൽക്കാൻ സ്ഥലം കിട്ടിയവൻ വിജയിച്ചു. രണ്ട് കാല് ഭൂമിയിൽ ഇങ്ങനെ വെക്കാൻ സ്ഥലം കിട്ടിയോ മഹ്ശറയിൽ, അവൻ സ്വർഗത്തിലേക്ക് പോകാനുള്ളവനാണ്. അങ്ങനെ നിൽക്കാൻ കഴിയൂല, രണ്ട് കാല് ചെരിഞ്ഞ് ചവിട്ടാം, അല്ലെങ്കിൽ ഒരു കാലിന്റെ മുകളിൽ മറ്റേ കാല് കയറ്റി വെച്ചിട്ടായിരിക്കും നിൽക്കുന്നത്. ഇങ്ങനത്തെ നൃത്തം മഹ്ശറയിൽ 50,000 കൊല്ലം നിൽക്കുമ്പോ വബിൽ അറഖി മുൽതജിമൂൻ,
വിയർപ്പിൽ കിടന്ന് മുങ്ങിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാൽമുട്ടുവരെ വിയർത്തൊലിച്ച് ആ വിയർപ്പിൽ കിടന്ന് നടുവരെ വിയർപ്പ്, മാറുവരെ വിയർപ്പ്, കഴുത്തുവരെ വിയർപ്പ്, തിളച്ചുമറിയുന്ന വിയർപ്പിൽ കിടന്ന് മുങ്ങിക്കളിക്കുകയാണ് മഹ്ശറയിൽ. അവസാനം ഗതിമുട്ടി ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് കിട്ടിയെങ്കിൽ എല്ലാവരും കരഞ്ഞു. ഇമ്മാ ഇലാ ജന്നത്തിൻ വ ഇമ്മാ ഇലന്നാർ, ഒന്നുകിൽ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക് എന്ന് പറഞ്ഞ് കരയുമ്പോ എല്ലാവരും കൂടി പോകും ആദം നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക്. ആരെല്ലാവരും? ആദം നബിന്റെ ഉമ്മത്ത് പോകും. ആദം നബി അലൈഹിസ്സലാമിന്റെ ഉമ്മത്ത് പോയിട്ട് ആദം നബിയോട് പറയും, കണ്ടില്ലേ വാപ്പ, അൻതാബൂന, നിങ്ങൾ ഞങ്ങളെ വാപ്പയല്ലേ, മക്കളാകുന്ന ഞങ്ങൾ കഷ്ടപ്പെടുന്നത് അവിടെ നിന്ന് കാണുന്നില്ലേ, ഒന്ന് രക്ഷപ്പെടുത്തി തരാൻ അല്ലാഹുവിനോട് പറയണം. ആദം നബി പറയും, ഇന്ന റബ്ബീ ഖദ് ഗളിബൽ യൗമ ഗളബൻ ശദീദൻ ലം യഗ്ളബ മിസ്ലഹു ഖബ്ലഹു. എന്റെ റബ്ബ് ഇന്നത്തെ പോലെ മുമ്പൊരിക്കലും എന്നോട് ദേഷ്യം പിടിച്ചത് ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് പറയാൻ ധൈര്യമില്ല. ആദം നബിയുടെ ഉമ്മത്ത് തിരിച്ചു പോന്നു. ആ വിവരം മഹ്ശറയിൽ അറിഞ്ഞു. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഉമ്മത്ത് പറയും, നമ്മളൊന്ന് പോയി നോക്കുക. ഇബ്രാഹിം നബിന്റെ ഉമ്മത്ത് ഇബ്രാഹിം നബിന്റെ അടുക്കൽ പോയി നോക്കൂ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം കൈമലർത്തോ. അവർ തിരിച്ചു പോന്നു, നിരാശപ്പെട്ട് തിരിച്ചു പോന്നു. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഉമ്മത്ത് പറയും, ഞങ്ങളൊന്ന് പോയി നോക്കട്ടെ. മൂസാ നബിന്റെ അടുക്കൽ പോയി നോക്കും. മൂസാ നബി പറയും, ഇന്ന റബ്ബീ ഖദ് ഗളിബൽ യൗമ ഗളബൻ ശദീദൻ ലൻ യഗ്ളബ മിസ്ലഹു ഖബ്ലഹു. മുമ്പൊരിക്കലും അല്ലാഹ് ദേഷ്യം പിടിച്ചത് ഞാൻ ഇതുപോലെ ദേഷ്യം പിടിച്ചത് ഞാൻ കണ്ടിട്ടില്ല, മക്കളെ കഴിയില്ല, പോയിക്കോ. മൂസാ നബിന്റെ ഉമ്മത്തും തിരിച്ചു പോരും. ഓരോ നബിമാരുടെ ഉമ്മത്തും അവരവരുടെ നബിമാരുടെ അടുക്കൽ പോയി നോക്കും. അവരെല്ലാം കൈമലർത്തും. എല്ലാവരും നിരാശപ്പെട്ടു തിരിച്ചു പോരും. അവിടെ ഒന്നും ഈ ഉമ്മത്ത് മുഹമ്മദിയത്ത് എവിടെയും പോകില്ല. ഇതുവരെ പോയ സ്ഥലത്തൊന്നും ഈ ഉമ്മത്ത് മുഹമ്മദിയത്ത് പോയിട്ടില്ല. അവസാനം എല്ലാരും പരാജയപ്പെട്ടു എന്ന് റസൂലുള്ളാഹിന്റെ ഉമ്മത്ത് നമ്മൾ അറിയുമ്പോ ഈ ഉമ്മത്ത് പറയും, ഞങ്ങളൊന്ന് പോയി നോക്കട്ടെ, റസൂലുള്ളാഹിന്റെ അടുക്കൽ ഒന്ന് പോയി നോക്കട്ടെ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്തിൽ ചെന്നിട്ട് പറയും, നബിയേ, സർവ്വ അമ്പിയാക്കന്മാരും കൈയൊഴിച്ച സമയമാണ്, ഓരോ നബിമാരുടെ ഉമ്മത്തും നിരാശപ്പെട്ട് തിരിച്ചു വന്ന സമയമാണ്, തങ്ങൾ ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തി തരാം. ഉടനെ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അനലഹാ, ഞാൻ തന്നെയാണ് അതിന്റെ ആള്, അത് ഞാൻ ശരിപ്പെടുത്തി തരാം. റസൂലുള്ള വരുന്നു, അള്ളാഹിന്റെ മുന്നിൽ പോകുന്നു, അള്ളാഹുവിനോട് പറയുന്നു, ഇതൊന്ന് വിചാരണക്കെടുക്കണം. അള്ളാഹു തആല മഹ്ശറയിലേക്ക് പ്രത്യക്ഷപ്പെടുന്നു, വിചാരണക്ക് ഒരുങ്ങുന്നു. അതിനു മുൻപ് മഹ്ശറയിൽ ആദ്യമായിട്ടൊരു അനൗൺസ് നടക്കാനുണ്ട്. എന്താ മഹ്ശറയിൽ നടക്കുന്ന അനൗൺസ്? അയ്നല്ലദീന കാനത് തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ ഖൗഫൻ വതമാ. തഹജ്ജുദ് നിസ്കരിച്ചവരെവിടെ? അവരിങ്ങോട്ട് വരൂ. മഹ്ശറയുടെ നാനാഭാഗത്തിരുന്ന് കുറേശ്ശെ ആളുകൾ, അവിടുന്ന് ഒരാൾ, ഇവിടുന്ന് ഒരാൾ, അപ്പുറത്തുനിന്ന് ഒരാള്, ഇങ്ങനെ കൂടിയിട്ട് ഒരുമിച്ച് കൂടി വന്നിട്ട് ഒരു ചെറിയ സംഘം, ഒരു കൂട്ടമായി, വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അവരിങ്ങോട്ട് വരുമ്പോൾ അല്ലാഹു പറയും, നിങ്ങൾ പോയിക്കോ സ്വർഗത്തിലേക്ക്, നിങ്ങളോട് എനിക്കൊന്നും ചോദിക്കാനില്ല എന്ന്. തഹജ്ജുദ് നിസ്കരിച്ച ആളുകളെ ഹിസാബ് കൂടാതെ റബ്ബ് സ്വർഗത്തിലേക്ക് വിടുമ്പോ ഞാൻ അല്ലാഹുവിനോട് പറയും, എന്റെ വാപ്പ എന്നെ തഹജ്ജുദിന് വിളിക്കാത്തത് കൊണ്ടാണ് റബ്ബേ ഞാൻ തഹജ്ജുദ് നിസ്കരിക്കാതെ പോയത് എന്ന് ഞാൻ പിടിച്ചു വെച്ച് പറയുമെന്ന് അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു കുട്ടിയായ കാലത്ത് വാപ്പാനോട് വാശി പിടിച്ച് തഹജ്ജുദ് നിസ്കാരം തുടങ്ങിയ പണ്ഡിതനാണ്. അത്ര വാശിയാണ് ചെറുപ്പത്തിൽ തന്നെ. തഹജ്ജുദ് നിസ്കാരം സാധിക്കുന്നവരൊക്കെ നിസ്കരിക്കണേ, വലിയ പുണ്യമുള്ള നിസ്കാരമാണ്. ഒന്ന് ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം നിസ്കരിക്കുന്ന നിസ്കാരമാണ്. സുബ്ഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുൻപ്, ഇശാ നിസ്കാരം കഴിഞ്ഞ് കിടന്നുറങ്ങിയതിന് ശേഷം ഉറങ്ങാത്ത രാത്രി തഹജ്ജുദ് നിസ്കാരമില്ല. ഉറങ്ങണം, അത് അത്യാവശ്യമാണ്, അത് ശർത്താണ്. ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന നിസ്കാരമാണ് തഹജ്ജുദ്. എപ്പോ നിസ്കരിച്ചാലും കുഴപ്പമില്ല. രാത്രി 12 മണിക്ക് ശേഷമാണ്
ഏറ്റവും നല്ലത് 12 മണിക്ക് മുമ്പ് നിസ്കരിക്കാം. നിസ്കാരം കഴിഞ്ഞ് കുറച്ച് ഉറങ്ങണമെന്ന് മാത്രം. ഉറങ്ങി എഴുന്നേറ്റിട്ട് നിസ്കരിക്കുന്ന നിസ്കാരമാണ് സുബഹിക്ക് മുമ്പ്. സുബഹി ജമാഅത്തിന് പള്ളിയിൽ വരുന്നവർ ബാങ്ക് വിളിക്കുന്നതിന്റെ അല്പം മുമ്പ് പള്ളിയിലെത്തിയാൽ ഒളു ഉണ്ടാക്കി കയറി വേഗം 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചാൽ ഈ പുണ്യം കാത്തു സൂക്ഷിക്കാൻ പറ്റും. ഹിസാബ് കൂടാതെ സ്വർഗ്ഗത്തിലേക്ക് പോകാൻ പറ്റും. ഇങ്ങനത്തെ അബൂ സഈദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശിഷ്യന്മാരൊക്കെ കൂടിയിരുന്നിട്ട് ഒരു ദിവസം ചർച്ച ചെയ്യാം. എന്താ ചർച്ച ചെയ്യണത്? മരിച്ചു പോകണമല്ലോ റബ്ബേ, മരണമെന്നൊരു കാര്യമുണ്ട് റബ്ബേ, മരിക്കണല്ലോ റബ്ബേ, ഖബറിന്റെ അകത്ത് കൊണ്ടുപോയി വെക്കുമല്ലോ, ഖബറിന്റെ അകത്ത് ചെന്നാൽ എന്താണ് ഖബറിലെ സ്ഥിതി? 2 മലക്കുകൾ വരാനുണ്ട്, മുൻകറും വനക്കീർ. ഇദാ തവല്ലന്നാസു മിൻ ബഅദി ദഫൻ റുദ്ദത് ഇലൈഹി റൂഇലൽ ബദൻ ഫജാഅഹുൽ മുൻകറു വന്നകീർ വസ്ഫുഹുമാ ബൈനൽ വറാ ശഹീർ. മനുഷ്യനെ ഖബറിന്റെ അകത്തേക്ക് വെച്ചുകൊണ്ട് മണ്ണിട്ട് കഴിഞ്ഞാൽ ജനങ്ങൾ പിരിഞ്ഞു പോകാൻ തുടങ്ങിയാൽ മുൻകർ നക്കീർ അലൈഹിസ്സലാം 2 മലക്കുകൾ വന്നിട്ട് അവനെ എഴുന്നേൽപ്പിച്ചിരുത്തിയിട്ട് ഖബറിൽ ചോദ്യം ചെയ്യുക എന്നൊരു സംഗതിയുണ്ട്. എത്ര ദിവസമാണ് ആ ചോദ്യം ചെയ്യല്? അതിന്റെ തുടക്കമേ പറഞ്ഞിട്ടുള്ളൂ, ഫിനിഷിംഗ് ഡേറ്റ് പറഞ്ഞിട്ടില്ല. എത്ര കാലം ചോദ്യം ചെയ്യുമെന്ന് എവിടെയുമില്ല. 7 ദിവസമായാൽ അവസാനിക്കുമോ അറിയില്ല. 14 ദിവസമാണോ ചോദ്യം അറിഞ്ഞുകൂടാ. 40 ദിവസമാണോ ചോദ്യം പറയാൻ പറ്റില്ല. അത് 1 കൊല്ലമാണോ ചോദ്യം, അതും പറയാൻ പറ്റില്ല. അതിന്റെ ഫിനിഷിംഗ് ഡേറ്റ് പറഞ്ഞിട്ടില്ല. എന്ന് അവസാനിക്കുമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. തുടക്കം പറഞ്ഞിട്ടുണ്ട്, അതിന്റെ അവസാനം പറഞ്ഞിട്ടില്ല. ഖബറിലെ ചോദ്യത്തിന്റെ സ്ഥിതി കേൾക്കണോ? ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ മറവ് ചെയ്ത് 1 കൊല്ലം പൂർത്തിയാകുന്ന ദിവസം വന്നപ്പോ സ്വഹാബത്ത് സ്വപ്നം കണ്ടു. എങ്ങനെയാ സ്വപ്നം കണ്ടത്? ഉമർ റളിയല്ലാഹു അൻഹു ആ ഖബറിന്റെ ചുമരിൽ ഇങ്ങനെ ചാരിയിരിക്കുകയാണ്. ചാരി ഇരുന്നിട്ട് നെറ്റിയിൽ വിയർപ്പ് ഇങ്ങനെ വടിച്ചു കളയുകയാണ്. നല്ല വിയർപ്പ് നെറ്റിയിൽ ഇങ്ങനെ വന്നപ്പോ അതിങ്ങനെ വടിച്ചുകൊണ്ട് എടുത്തു കളയുന്ന രംഗമാണ് സ്വഹാബത്ത് സ്വപ്നം കാണുന്നത്. ഒരാളല്ല, 2 ആളല്ല, ധാരാളം സ്വഹാബത്ത് സ്വപ്നം കണ്ടു. ഉമർ റളിയല്ലാഹു അൻഹു ഇരുന്നിട്ട് വിയർപ്പ് ഇങ്ങനെ വടിച്ചു കളയുന്നു. അത് വിരല് കൊണ്ടെടുത്തിട്ട് ഇങ്ങനെ കളയുന്നു. സ്വഹാബത്ത് ചോദിച്ചു, കൈഫ ഹാലുക യാ ഉമർ? ഉമറേ, എന്താണ് താങ്കളുടെ അവസ്ഥ? മരിച്ച് ഖബറടക്കിയിട്ട് 1 കൊല്ലമായല്ലോ ഇന്നത്തേക്ക്. എന്താണ് താങ്കളുടെ അവസ്ഥ എന്ന് ചോദിച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഇപ്പോൾ ഒരു മുസീബത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടേ ഉള്ളൂ. ഇപ്പോഴും രക്ഷപ്പെട്ടിട്ടേ ഉള്ളൂ. ആ മുൻകർ നക്കീർ അലൈഹിസ്സലാം ഇതുവരെ എന്നെ ചോദ്യം ചെയ്യായിരുന്നു. 1 കൊല്ലം എന്നെ ചോദ്യം ചെയ്തു. ഇപ്പൊ ഇവിടെ നിന്നാണ് പോയിട്ടേ ഉള്ളൂ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു. ലോക പ്രസിദ്ധ ഹദീസ് ഗ്രന്ഥമാണ് കിതാബുൽ മനാമാത്ത്. 1,00,000 ഹദീസ് മനപ്പാഠം പഠിച്ചാൽ ഹാഫിള് എന്ന് പറയില്ല. ഖുർആൻ ഹിഫ്ളാക്കിയ ആള് 6666 ആയത്ത് കാണാപ്പാഠം പഠിച്ച ഹാഫിള് എന്ന് പറയും. ഹദീസ് കാണാപ്പാഠം പഠിച്ചിട്ട് ഹാഫിള് എന്ന് പറയണമെങ്കിൽ 1,00,000 പോരാന്നോ ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം. 2,00,000 ആണെന്ന് പറഞ്ഞവരുണ്ട്. 3,00,000 പഠിച്ചാലേ ഹാഫിള് എന്ന് പറയുള്ളൂ. എന്തായാലും 1,00,000 കൂട്ടിക്കോ. 1,00,000 ഹദീസ് മനപ്പാഠം പഠിച്ച ആളാണ് ഹാഫിള് ഇബ്നു അബി ദുനിയ എന്ന് പറയുന്ന മഹാപണ്ഡിതൻ. അദ്ദേഹത്തിന്റെ കിതാബാണ് കിതാബുൽ മനാമാത്ത് എന്ന ഹദീസ് കിതാബ്. ആ ഹദീസിന്റെ കിതാബിൽ ഈ സംഭവം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ 1 കൊല്ലം പൂർത്തിയാകുന്ന അന്ന് സ്വഹാബത്ത് കണ്ടപ്പോ, സ്വപ്നം കണ്ടപ്പോ ഇങ്ങനെ 1 കൊല്ലമാണ് മുൻകർ നക്കീർ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ചോദ്യം ചെയ്തത് എന്നാണ്. എന്താ ഖബറിന്റെ അവസ്ഥ? ഇതാ ചർച്ച. അബൂ യസീദുൽ ബിസ്താമിയുടെ സദസ്സിൽ ഇതാണ് ചർച്ച. ആ ചർച്ച അങ്ങനെ വിപുലീകരിച്ചപ്പോ ദീർഘമായി പോകുമ്പോ ഒരു സാധു മനുഷ്യൻ, അത്രയൊന്നും വലിയ പണ്ഡിതനല്ലാത്ത ഒരു പാവപ്പെട്ട മനുഷ്യൻ, മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കണേ, നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും സാധാരണക്കാരായ ആളുകൾ നിങ്ങൾ ഈ പറയുന്നത് നല്ലപോലെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തും. ആ സദസ്സിലുള്ള ഒരു പാവപ്പെട്ട മനുഷ്യൻ പറയുകയാണ്, എനിക്കൊരു പേടിയുമില്ല,
എന്ത് ചോദിച്ചാലും ഞാൻ അതിനൊക്കെ തയ്യാറായിട്ടാ പോകുന്നത്. ഞാൻ അതിനെല്ലാം മറുപടി കൊടുക്കും. ഞാൻ അതിനെല്ലാം തയ്യാറായിട്ടുണ്ട്. എനിക്കൊരു പേടിയുമില്ല, എനിക്കൊരു ബേജാറുമില്ല. അബൂ യസീദ് അൽ ബിസ്താമിയുടെ സദസ്സിൽ പങ്കെടുക്കാറുള്ള ഈ സാധാരണ മനുഷ്യൻ ആലിമീങ്ങളുടെ ചർച്ച കേട്ടപ്പോൾ ഈ സാധാരണക്കാരൻ പറയുകയാണ്, എനിക്കൊരു പേടിയുമില്ല, ഞാനതിന് തയ്യാറായിട്ടാ പോണത്. ആ സദസ്സിൽ നിന്ന് 2-3 ആളുകൾ പറയുന്നു, നിങ്ങൾ പറയുന്നു ഒരു പേടിയുമില്ല, നിങ്ങൾ മറുപടി പറയുമെന്ന്. എന്നാൽ നിങ്ങൾ മറുപടി പറഞ്ഞോ ഇല്ലേ എന്ന് ഞങ്ങൾക്കറിയൂലല്ലോ. നിങ്ങൾ മരിച്ച ഖബറിന്റെ ഉള്ളിൽ കൊണ്ടുപോയി വെച്ച് മണ്ണിട്ട് ഞങ്ങൾ തിരിച്ചു പോരും. നിങ്ങൾ മറുപടി പറഞ്ഞോ ഇല്ലേ എന്ന് ഞങ്ങൾക്കറിയില്ല. അതെങ്ങനെ അറിയാൻ പറ്റും? ആ സാധു മനുഷ്യൻ പറയുകയാണ്, ഞാൻ പറഞ്ഞു തരാം ഒരു മാർഗം. നിങ്ങൾ ഉള്ള കാലത്താണ് ഞാൻ മരിച്ചതെങ്കിൽ, ഞാൻ മരിക്കുമ്പോൾ നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ മയ്യത്ത് കുളിപ്പിച്ച് എന്നെ കഫൻ ചെയ്ത് എന്റെ നിസ്കാരം നിർവഹിച്ച് ഖബറിന്റെ ഉള്ളിൽ കൊണ്ടുപോയി വെച്ച് മണ്ണിട്ട് കഴിഞ്ഞ് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖറാ എന്ന് പറഞ്ഞ് മണ്ണ് വാരി എറിഞ്ഞ് ജനങ്ങളെല്ലാം തിരിച്ചു പോകും. നിങ്ങൾ പോകരുത്. നിങ്ങൾ ആ ഖബറിന്റെ മുകളിൽ അവിടെ നിൽക്കണം. മുങ്കർ നക്കീർ അലൈഹിസ്സലാം വരും, എന്നെ ചോദ്യം ചെയ്യും, എന്നെ എഴുന്നേൽപ്പിച്ചിരുത്തും, എന്നിട്ട് എന്നോട് ചോദ്യം ചെയ്യും. ഞാൻ മറുപടി പറയുന്നത് ഖബറിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കേൾപ്പിച്ചു തരാം. ഖബറിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഞാൻ കേൾപ്പിച്ചു തരാം. ആരായി പറയുന്നത്? നിങ്ങൾ ഖബറിലുള്ളത് പുറത്തേക്ക് കേൾക്കുമോ? മരിച്ചു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു എന്നല്ലേ പ്രചരിപ്പിക്കുന്നത്? ഇസ്ലാം ദീനിൽ അങ്ങനെയില്ല. ഇസ്ലാം ദീനിന്റെ വിശ്വാസമല്ലാതെ മരിച്ച ഖബറിന്റെ ഉള്ളിലെത്തിക്കഴിഞ്ഞാൽ ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ അസ്സലാമു അലൈക്കും എന്ന് ബാപ്പാന്റെ ഖബറിന്റെ അടുക്കൽ ചെന്ന് പറയുമ്പോ, മുഅ്മിനീങ്ങളെ ഖബറിന്റെ അടുക്കൽ ചെന്ന് പറയുമ്പോൾ അസ്സലാമു അലൈക്കും, അല്ലാഹുവിന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാവട്ടെ, നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് നേരിട്ട് ഫേസ് ചെയ്തിട്ടാ പറയണത്. ഇതവര് കേൾക്കൂലെങ്കിൽ അസ്സലാമു അലൈക്കും എന്ന് പറയണോ? കേൾവിയോ അറിവോ ഇല്ലെങ്കിൽ ലകാനൽ ഖിതാബു ബിമൻസിലത്തിൽ ഖിതാബി മിനൽ മഅദൂമി വൽ ജമാഅത്ത്, ഇല്ലാത്ത വസ്തുക്കളോടും നിർജീവ വസ്തുക്കളോടും സംസാരിക്കുന്ന ഫലമാവുമായിരുന്നു അത്. ഈ കസേരയിൽ നിങ്ങൾ വന്നിരുന്നു, അസ്സലാമു അലൈക്കും കസേരെ, ഞാനൊന്ന് ഇരിക്കണ്ടാ എന്ന് പറഞ്ഞിട്ടാണോ ഇരുന്നത്? ഇല്ല. ആരെങ്കിലും ഈ കസേരക്ക് സലാം ചൊല്ലിയോ? ഈ കേറി വന്ന സ്റ്റേജിന് സലാം ചൊല്ലിയോ? ഇല്ല. എന്താ? നിർജീവ വസ്തുവാണ്. ഇതുപോലൊരു നിർജീവ വസ്തുവാണോ ഈ ഖബറിൽ? ഖബറിലുള്ള വസ്തു നിർജീവമാണെങ്കിൽ അസ്സലാമു അലൈക്കും എന്ന് കൽപ്പിക്കൂല. അത് നിർജീവ വസ്തു അല്ലാത്തത് കൊണ്ടാണ് വലൗലാ ദാലിക ലകാനൽ ഖിതാബു ബിമൻസിലത്തിൽ ഖിതാബി മിനൽ മഅദൂമി വൽ ജമാഅത്ത്, അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷ ഉണ്ടാവട്ടെ. അത് കേൾക്കും വിചാരിച്ചിട്ടാണ്, ഖബറാളി കേൾക്കുമെന്ന് വിചാരിച്ചിട്ട്. فإذا قلت في تشهدك السلام عليك أيها النبي لأن النبي يعرف ويسمع ويرى ذلك. അത്തഹിയാത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയുമ്പോൾ ആ വാക്ക് അല്ലാഹുവിന്റെ റസൂൽ കാണും, കേൾക്കും. അപ്പോൾ സലാം പറഞ്ഞത് ഇന്നാളാണ് എന്ന് നബി തങ്ങൾ അറിയും. ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു അത്തഹിയാത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു പറയുമ്പോൾ മുത്തനബി വന്നിട്ട് അവിടെ മുന്നിൽ. ഞാൻ ശിബിലി ഇമാമിന്റെ ഖബർ സിയാറത്ത് ചെയ്തു ഇറാഖിൽ പോയപ്പോൾ. ഇറാഖിൽ ചെന്നപ്പോൾ ബഹുമാനപ്പെട്ട അബൂബക്കർ ശിബിലി റളിയല്ലാഹു അൻഹുവിനെ ഖബർ സിയാറത്ത് ചെയ്തപ്പോൾ ആ ഖബറിന്റെ മുകളിൽ മാർബിൾ മേൽ കൊത്തി എഴുതി വെച്ചിരിക്കുന്നു ഈ സംഭവം. ശിബിലി ഇമാം അത്തഹിയാത്ത് ഓതിയാലോ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹ് വന്നിട്ട് ശിബിലി ഇമാമിന്റെ മുന്നിൽ വന്നിരിക്കും. അത്രയും സ്നേഹവും ബന്ധവുമായിരുന്നു ശിബിലി ഇമാമിന് അങ്ങോട്ടും ശിബിലി ഇമാമിനോട് റസൂലുള്ളാഹിക്ക് ഇങ്ങോട്ടും. അല്ലാഹുവിന്റെ റസൂൽ സലാം ചൊല്ലിയ കേൾക്കും, അറിയും, കാണും, പറയൊക്കെ ചെയ്യും. മരിച്ചു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു എന്ന വിശ്വാസം ദീനിന്റെ വിശ്വാസമല്ല.
ഇസ്ലാം വിശ്വസിപ്പിക്കുന്നത്, പഠിപ്പിച്ചു തരുന്നത് ഖബറിൽ കൊണ്ടുപോയി വെച്ച മനുഷ്യരെല്ലാം അറിയും, കേൾക്കും എന്നുള്ളതാണ്. എന്റെ ഖബർ പുറത്ത് വന്നത് ആരാണെന്ന് അറിയും. മകൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഖബറിൽ കിടക്കുന്ന വാപ്പ കാണും, എന്റെ മകനതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നു, എന്റെ അടുത്ത് വരും എന്ന് ആ വാപ്പ പ്രതീക്ഷിക്കും. മകൻ വന്നു, ബസ് സ്റ്റോപ്പിൽ വന്നു, ബസ് വന്ന് കേറിപ്പോയി, എടാ എന്റെ മകൻ എന്റെ അടുത്ത് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു, അവൻ വന്നില്ലല്ലോ, അവൻ പോയല്ലോ എന്ന് ആ വാപ്പ ഖബറിൽ കിടന്ന് വിലപിക്കും. ഹദീസിന്റെ കിതാബുകളിൽ എന്തെല്ലാം സംഭവങ്ങൾ, ഇതെല്ലാം ഉണ്ടായിട്ട് എങ്ങനെ നിഷേധിക്കും? അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളി അടിച്ചുവാരിയ ഒരു പെണ്ണുണ്ടായിരുന്നു, ഉമ്മ മീജൻ. ആ ഉമ്മ മീജൻ മരണപ്പെട്ടു. ആരും പള്ളിയിലില്ലാത്ത സമയത്ത് പള്ളി വന്ന് അടിച്ചുവാരി തൂത്തുവാരി വൃത്തിയാക്കി പോകും. പുരുഷന്മാരാരും പള്ളിയിലില്ലാത്തപ്പോൾ പള്ളി വന്ന് അടിച്ചു തൂരി വാരി വൃത്തിയാക്കി പോകും. ഈ സ്ത്രീ വഫാത്തായി. സ്വഹാബത്ത് മറവ് ചെയ്തു. റസൂലുള്ള അവിടെ ഉണ്ടായിരുന്നില്ല. റസൂലുള്ള വന്നപ്പോൾ ചോദിച്ചു, അല്ലയോ ഉമ്മ മീജൻ, എവിടെ പോയി? സ്വഹാബത്തെ, നബി തങ്ങളെ, ആ പെണ്ണ് വഫാത്തായി പോയി. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അവരുടെ ഖബർ എവിടെയാണ്? സഹാബത്ത് ഖബർ കാണിച്ചു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ ആ ഖബറിൽ വന്നു, നിസ്കരിച്ചു. ഖബറിൽ നിന്നിട്ട് നിസ്കരിച്ചു. മയ്യിത്ത് നിസ്കാരം. മയ്യിത്ത് നിസ്കാരം 3 വിധത്തിലാണ്. ഒന്ന്, മയ്യിത്ത് മുന്നിൽ വെച്ചുകൊണ്ട് മയ്യിത്തിന്റെ പുറകിൽ നിന്ന് നമ്മളിപ്പോ ചെയ്യുന്നത് പോലെ. ആ നിസ്കാരം കഴിഞ്ഞ് പിന്നെ കുറച്ച് ആൾക്കാർ വന്നപ്പോഴേക്ക് മയ്യിത്ത് മറവടക്കി പോയി. എന്നാൽ ഖബറിന്റെ അടുത്ത് വെച്ചുകൊണ്ട് നിസ്കരിക്കുക, രണ്ടാമത്തെ രൂപം. മൂന്നാമത്തത് നമ്മളെ പള്ളികളിൽ വെച്ച് ജുമാന്റെ ശേഷം മയ്യിത്ത് നിസ്കരിക്കാനുണ്ട്. അവിടെ ഒരാൾ മരിച്ചു, ഇവിടെ ഒരാൾ മരിച്ചു, അങ്ങനെ നമ്മൾ പറയും പള്ളിയിൽ നിന്ന് മയ്യിത്തുകാരൻ നിർവഹിക്കുമോ, ഗായിബായ മയ്യിത്തിന് മേലുള്ള നിസ്കാരം. ഇങ്ങനെ 3 വിധത്തിൽ മയ്യിത്ത് നിസ്കരിക്കാം. അല്ലാഹുവിന്റെ റസൂൽ ആ ഖബറിന്റെ സമീപത്ത് ചെന്ന് മയ്യിത്ത് നിസ്കാരം നിർവഹിച്ചിട്ട് ചോദിച്ചു, അല്ലയോ ഉമ്മ മീജനേ, അയ്യുൽ അമലി വജത്തി അഫ്ളല, നിന്റെ ഖബറിൽ നിനക്ക് ഏറ്റവും കൂടുതൽ പുണ്യമുള്ള അമലായിട്ട് നീ എന്താണ് എത്തിച്ചത്? ഖബറിന്റെ ഉള്ളിൽ നിനക്ക് ഏറ്റവും പുണ്യമായിട്ട് നിനക്ക് എന്താണ് കിട്ടിയത്? നിസ്കരിച്ചതിനാണോ കൂടുതൽ കൂലി കിട്ടിയത്? ഖുർആൻ ഓതിയതിനാണോ നിനക്ക് കൂടുതൽ കൂലി കിട്ടിയത്? അല്ലാഹു പ്രതിഫലം തന്നത് അയ്യുൽ അമലി വജത്തി അഫ്ളല, നിനക്ക് ഏറ്റവും കൂടുതൽ കൂലി കിട്ടിയത് ഏത് അമലിനാണ്? വദകറ അന്നഹാ അജാബതുഹു, ആ പെണ്ണ് റസൂലുള്ളാഹിക്ക് മറുപടി നൽകി എന്നാണ് ഹദീസിന്റെ റിവായത്ത്. ഉമ്മുൽ മസ്ജിദ് യാ റസൂലുള്ളാഹ്, പള്ളി അടിച്ചുവാനെന്ന പണിയാണ് നബിയേ. ഖബറിനുള്ളൊന്ന് പുറത്തേക്ക്. റസൂലുള്ളാഹി ചോദിച്ചു, നിനക്ക് ഏറ്റവും കൂടുതൽ കൂലി കിട്ടിയത് എന്തിനാണ്? ആ സ്ത്രീ ഖബറിനുള്ളെന്ന് മറുപടി പറഞ്ഞു, ഉമ്മുൽ മസ്ജിദ് യാ റസൂലുള്ളാഹ്, പള്ളി അടിച്ചുവാരുന്നതിനാണ് എനിക്ക് കൂടുതൽ കൂലി കിട്ടിയത്. ഖബറിനുള്ളെന്ന് പുറത്തേക്ക്. മദീനത്തെ പള്ളിയിൽ റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തിന് ശേഷം മദീനയിൽ വമ്പിച്ച ഒരു കലാപമുണ്ടായ, ഹർറത്ത് കലാപം. ഈ ഹർറത്ത് കലാപത്തിന്റെ സമയത്ത് മദീന പള്ളിയുടെ പരിസരത്ത് കൂടി വഴി നടക്കാൻ പറ്റാത്ത വിധത്തിൽ കലാപമാണ്. മദീന പള്ളിയിലെ ജമാഅത്ത് മുടങ്ങി. ബഹുമാനപ്പെട്ട സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പള്ളിയുടെ ഉള്ളിൽ കുടുങ്ങി. 3 ദിവസം പള്ളിന്റെ ഉള്ളിൽ പെട്ടുപോയി. ജനൽപ്പൊളി തുറന്ന് വാതിൽ തുറന്ന് പുറത്തോട്ട് നോക്കിയാൽ ശത്രുക്കൾ കൊലപ്പെടുത്തും. പള്ളി പൂട്ടിയിട്ടിരിക്കുകയാണ്. സഈദ് ഇബ്നുൽ മുസയ്യിബ് തങ്ങൾ പള്ളിയുടെ ഉള്ളിൽ കുടുങ്ങി. പുറത്ത് മുഴുവനും കലാപകാരികൾ റോന്ത് ചുറ്റിയാണ്. വാതിൽ തുറന്ന് ജനല് തുറക്കാൻ പറ്റില്ല. പുറത്തോക്ക് നോക്കിയാൽ ആളെ കൊല്ലും. ശത്രുക്കൾ പള്ളിയിനകത്ത് കയറും. ആ നിലക്ക് കലാപകാരികൾ നടക്കുകയാണ്. ഹർറത്ത് കലാപം. ബാങ്കിന്റെ സമയം മനസ്സിലാക്കാൻ മാർഗമില്ലാതായി. അതിനാ ഞാൻ ഇത്രയും പറഞ്ഞത്. ഈ ജനലുകളും വാതിലും അടച്ചുപൂട്ടിട്ടത് കൊണ്ട് സൂര്യനെ നോക്കിയാൽ മനസ്സിലാക്കാലോ. സൂര്യൻ ഉദിച്ചാൽ സുബ്ഹ് ഖളാ ആയിന്ന് മനസ്സിലാക്കാം. സൂര്യൻ അസ്തമിച്ചാൽ അസർ ഖളാ ആയിന്ന് മനസ്സിലാക്കാം. മഗ്രിബ് തുടങ്ങിയെന്നും മനസ്സിലാക്കാം. അതിന് സൂര്യൻ നോക്കാൻ പറ്റണ്ടേ? ഇത് തുറക്കാൻ പറ്റണ്ടേ? വാതിലും ജനലും തുറക്കാൻ പറ്റണ്ടേ? ടൈം മനസ്സിലാക്കാൻ കഴിയാതെ കുടുങ്ങി.
ആ സമയത്ത് സമിഅതുൽ അദാന മിൻ ഖബ്രി റസൂലില്ലാഹി അയ്യാമുൽ ഹർറതി ഫീ ഔഖാത്തി സ്വലാത്തി വകാൽ മസ്ജിദു ഖദ് ഖലാ ഫലം യബ്ഖ ഗൈറു. പള്ളിയുടെ ഉള്ളിൽ കുടുങ്ങിയ സഈദ് ഇബ്നുൽ മുസയ്യിബ് തങ്ങൾ പറയുകയാണ്, സമിഅതുൽ അദാന മിൻ ഖബ്രി റസൂലില്ലാഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ ബാങ്ക് കേൾക്കുമായിരുന്നു. ആ ബാങ്ക് കേട്ടിട്ടാണ് ഞാൻ വഖത്ത് മനസ്സിലാക്കിയത്, സമയം മനസ്സിലാക്കി നിസ്കരിച്ചത്. 3 ദിവസം 15 ബാങ്ക് റസൂലുള്ളാഹി തങ്ങളുടെ ഖബറിന്റെ ഉള്ളിൽ നിന്ന് സഈദ് ഇബ്നുൽ മുസയ്യിബ് തങ്ങൾ കേട്ടുവെന്നു. പള്ളിയിൽ താനല്ലാത്ത മറ്റൊരാളുമില്ല എന്ന് സഈദ് ഇബ്നുൽ മുസയ്യിബ് തങ്ങൾ പറയുന്നു. ലോകത്ത് ഒരാളും ഇന്ന് വരെ ഒരു തർക്കം ഉന്നയിക്കാത്ത സംഭവമാണ്. ഖബറിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കേൾക്കുന്നു. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ കുളിപ്പിച്ച് ആ മയ്യിത്ത് അങ്ങോട്ടെടുത്തപ്പോൾ കട്ടിലെടുത്ത് തലക്ക് മുകളിൽ വെച്ച് മയ്യിത്ത് മറവ് ചെയ്യാൻ കൊണ്ടുപോകുമ്പോ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളുടെ ഖബറിന്റെ ഉള്ളിൽ നിന്ന് കേട്ട ശബ്ദം, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, എന്റെ ഹബീബായ സിദ്ദീഖിന്റെ മയ്യിത്ത് വേറെ എവിടെയും കൊണ്ടുവെക്കല്ല, അത് എന്നിലേക്ക് കൊണ്ടുവരൂ. അങ്ങനെയാണ് സിദ്ദീഖിന്റെ ഖബർ റസൂലുള്ളാഹിന്റെ ഖബറിനോട് ചേർത്ത് വെച്ചത്. റസൂലുള്ള ഖബറിൽ നിന്ന് വിളിച്ചു പറഞ്ഞതാണ് അതിന് കാരണം. മരിച്ചു ഖബറിന്റെ ഉള്ളിൽ എത്തിയാൽ പുറത്തേക്ക് കേൾക്കില്ല എന്ന വിശ്വാസം ദീനുൽ ഇസ്ലാമിന്റെ വിശ്വാസമല്ല. ഈ മനുഷ്യൻ പറയുകയാണ്, നിങ്ങൾ എന്റെ ഖബറിന്റെ മുകളിൽ നിൽക്കണം, മുൻകർ നകീർ വരും, അവരെന്നോട് ചോദ്യം ചോദിക്കും, ഞാൻ അവരോട് മറുപടി പറയും, ആ മറുപടി പുറത്തേക്ക് ഞാൻ കേൾപ്പിച്ചു തരാം. അങ്ങനെ വന്നു. കാലങ്ങൾക്ക് ശേഷം ആ മനുഷ്യൻ മരണപ്പെട്ടു. കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ച് ഖബറിന്റെ അകത്ത് കൊണ്ടുപോയി വെച്ചു. മണ്ണിട്ട് മൂടിക്കഴിഞ്ഞു. ജനങ്ങളെല്ലാം പിരിഞ്ഞു പോയി. അന്ന് ഈ സദസ്സിൽ പങ്കെടുത്ത ഈ 2-3 ആളുകൾ പോയില്ല. അവര് ഖബറിന്റെ മുകളിൽ നിൽക്കാൻ പറഞ്ഞതല്ലേ, നിന്നു. ആ ഖബറിന്റെ മുകളിൽ നിന്നപ്പോൾ കുറച്ചു കഴിഞ്ഞ് മുൻകർ നകീർ അലൈഹിസ്സലാം വരികയാണ്. മുൻകർ നകീർ വന്നിട്ട് ആ മയ്യിത്തിനെ എഴുന്നേൽപ്പിച്ചിരുത്തിയിട്ട് മർ റബ്ബുക വമൻ നബിയുക എന്ന് ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അബൂ യസീദ് അൽ ബിസ്താമിയുടെ ശിഷ്യനായ ഈ മനുഷ്യൻ ആ ഖബറിന്റെ ഉള്ളിൽ നിന്ന് പറയുകയാണ്, അതസ്അലൂനനി വഖദ് ഹമൽതു അലാ റഅസി ഫർവത അബീ യസീദ് വഅന ഹാമിലു ഫർവതി അബീ യസീദ്. നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യാൻ വന്നതാണോ? ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ലേ? അബൂ യസീദ് അൽ ബിസ്താമി എന്ന് പറയുന്ന വലിയ ഒരു പണ്ഡിതരുണ്ട്, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട മനുഷ്യനാണ്. ആ മനുഷ്യന്റെ ജുബ്ബയും ആ മനുഷ്യന്റെ തലപ്പാവും ഷാളും ചുരുട്ടിക്കെട്ടുന്ന ഒരു ഭാണ്ഡമുണ്ട്. ആ ഭാണ്ഡം തലക്ക് മുകളിൽ വെച്ചുകൊണ്ട് ഖിദ്മത്തെടുത്ത് ജീവിച്ച മനുഷ്യനാണ് ഞാൻ. അബൂ യസീദ് അൽ ബിസ്താമി എന്ന പണ്ഡിതന് ഖിദ്മത്തെടുത്ത മനുഷ്യനാണ് ഞാൻ. അങ്ങനത്തെ എന്നെ നിങ്ങൾ ചോദ്യം ചെയ്യുകയാണോ എന്ന് ആ മനുഷ്യൻ തിരിച്ചു ചോദിച്ചു. ഈ സംഭവം തഫ്സീർ റൂഹുൽ ബയാനിൽ വബ്തഗൂ ഇലൈഹിൽ വസീലത എന്ന ആയത്തിന്റെ തഫ്സീറിൽ കാണാം. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരോട് സ്നേഹബന്ധത്തോടെ ജീവിച്ചാൽ ആ ആലിമീങ്ങളെ ബർക്കത്ത് കൊണ്ട് ഖബറിലെ ചോദ്യം ഒഴിവായി കിട്ടുക എന്ന് പറഞ്ഞാൽ, ഖബറിലെ ചോദ്യം നിസ്സാരമായി കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ലത്. അല്ലാഹുവിന്റെ ഉലമാക്കളോടും ആലിമീങ്ങളോടും സ്നേഹത്തോടെ പ്രവർത്തിച്ചാൽ ഈ കിടക്കുന്ന സയ്യിദ് ആലിമ് രണ്ടും കൂടി ഒത്തൊരുമിച്ച വലിയ മഹാൻ, ബഹുമാനാദരവോടുകൂടി അവിടുത്തെ ഹളറത്ത് നിങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ, നിങ്ങൾക്ക് കിട്ടിയ ഭാഗ്യത്തെ നിങ്ങൾ നന്ദിയോടെ അനുസ്മരിച്ചാൽ, അത് കാത്തു സൂക്ഷിച്ചാൽ, സയ്യിദ് ഇസ്മായിൽ ബുഖാരി മാത്രമല്ല, ജീവിച്ചിരിക്കുന്ന അനവധി ആലിമീങ്ങൾ, നിരവധി ആലിമീങ്ങൾ നിങ്ങളെ കൺമുമ്പിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. ബേക്കൽ ഉസ്താദ് അപ്പുറത്ത്, അബ്ബാസ് ഉസ്താദ് ഇപ്പുറത്ത്, ഇവിടെ വന്ന് ദർസ് നടത്തിപ്പോയിരുന്ന കാഞ്ഞങ്ങാട് കടപ്പുറത്തുള്ള ബഹുമാനപ്പെട്ട മഞ്ഞനാടി ഉസ്താദ് എന്ന പേരിൽ അറിയപ്പെട്ട വലിയ മഹാൻ,
ഞങ്ങളൊക്കെ എത്ര ദൂരം താണ്ടിയാണ് അദ്ദേഹത്തെ ഒന്ന് കാണാനും എന്തെങ്കിലുമൊക്കെ ഒരു ദിക്ർ പറഞ്ഞു തരാനും എത്രയോ പ്രാവശ്യം അവിടെ വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മഞ്ഞനാടി ഉസ്താദിന്റെ അടുത്ത് പല ദിക്റുകളും ചോദിക്കുകയും വാങ്ങുകയും നിർദ്ദേശിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ന് നിങ്ങളുടെ കാലിനടിയിലാണ് അവരൊക്കെ ജീവിച്ചു പോയത്. ആ മഹാന്മാരോട് ഖിദ്മത്ത് ചെയ്ത് ഒപ്പം കൂടിയാൽ കിട്ടുന്ന ഗുണം കണ്ടോ നിങ്ങൾ? അല്ലാഹുവിന്റെ ആലിമീങ്ങളോടും സ്വാലിഹീങ്ങളോടും ഇനി ഒരുപാട് സംഭവങ്ങളുണ്ട്. ഞാൻ അതിലേക്കെല്ലാം കൂടി വിശദമായി കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ചെറിയൊരു സംഭവവും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അല്ലാഹുവിന്റെ ഉലമാക്കളെ കുറ്റം പറയുന്ന കാലമാണിത്. ആലിമീങ്ങളെ ചീത്ത പറയുന്ന കാലമാണ്. ആലിമീങ്ങളെ കുറ്റം പറയുന്ന കാലമാണ്. ആലിമീങ്ങൾക്ക് യാതൊരു നിലയും വിലയുമില്ലാതെ പ്രവർത്തിക്കുന്ന കാലമാണ്. ഈമാൻ തെറ്റിപ്പോവും. ആലിമീങ്ങളുടെ വംശത്തിൽ വശമുണ്ട്. ആലിമീങ്ങളെ കുറ്റം പറഞ്ഞാൽ അത് മറന്നുകൊണ്ട് പറഞ്ഞതാണെങ്കിൽ പോലും അവന്റെ ഈമാനാണ് നശിച്ചു പോകുന്നത്, ഈമാനിന് കേടുപറ്റുന്നതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും അല്ലാഹുവിന്റെ ആലിമീങ്ങളെ നിങ്ങൾ ചീത്ത പറയരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്ത പദവിക്ക് വേണ്ടി ഒരു ചെറിയ സംഭവം കിതാബിൽ നിന്ന് ഞാൻ വായിക്കാം. ഇന്നല്ലാഹ തആല യുഹാസിബുൽ അബ്ദ, അല്ലാഹു തആല നാളെ പരലോകത്ത് ഓരോരുത്തരെ വിചാരണ ചെയ്യും. വിചാരണ ചെയ്തിട്ട് നരകത്തിലേക്കും സ്വർഗത്തിലേക്കും അല്ലാഹു വേർതിരിക്കും. ഈ നരകത്തിലേക്കും സ്വർഗത്തിലേക്കും വേർതിരിക്കുമ്പോ ഉലമാഇന്റെ സ്ഥാനം അറിയണ്ടേ നിങ്ങൾക്ക്? സിറാത്ത് പാലം കടന്ന് ഹിസാബ് നടക്കുന്ന സമയത്ത് അമലുകൾ തൂക്കി നോക്കുന്ന സമയമാണ്. അമലുകൾക്ക് ഭാരം കൂടിയാൽ, സൽക്കർമ്മങ്ങൾ ഭാരം കൂടിയാൽ സ്വർഗത്തിലേക്കാണ്. അല്ലാഹ് സ്വർഗത്തിന് അമലുകൾക്ക് ഭാരം വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ അമലുകൾ നാളെ പരലോകത്ത് വളരെ വലുതായി അല്ലാഹു നമുക്ക് കാണിച്ചു തരുമാറാവട്ടെ. എന്തൊരു അമലും നഷ്ടപ്പെടുത്തി കളയരുത്. ഒരാളൊരു നന്മ ചെയ്യാൻ വിചാരിച്ചാൽ അതിന് കൂലിയായി. നന്മ ചെയ്താലോ 10 ഇരട്ടി കൂലിയായി. ഈ സദസ്സ് പിരിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ ഒന്നുകിൽ 2 റക്അത്ത് നിസ്കരിക്കണം, അല്ലെങ്കിൽ ഒരു യാസീൻ ഓതണം, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു 100 രൂപ ഹദിയ ചെയ്യണം. എന്തെങ്കിലും ഒരു നന്മ ചെയ്യണമെന്ന് ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചു എന്ന് സങ്കല്പിക്കാം. ഞാനോ നിങ്ങളോ വിചാരിച്ചാൽ അല്ലാഹു തആല അതിന് കൂലി, ആ വിചാരിച്ചതിന് കൂലി തരും. ചെയ്താലോ, നിസ്കരിക്കാൻ വിചാരിച്ചവർ നിസ്കരിച്ചാൽ 10 ഇരട്ടി കൂലി കൊടുക്കും. ഖുർആൻ ഓതിയ 10 ഇരട്ടി കൂലി. നന്മ ചെയ്യാൻ വിചാരിച്ചാൽ കൂലിയാണ്, അത് ചെയ്താൽ 10 ഇരട്ടി കൂലി. തിന്മ ചെയ്യാൻ വിചാരിച്ചാലോ, തിന്മ ചെയ്യാൻ വിചാരിച്ചത് കൊണ്ട് ശിക്ഷയില്ല. ചെയ്താലോ 10 ഇരട്ടി ശിക്ഷ ഉണ്ടോ? ഇല്ല, ഒരു ശിക്ഷയുള്ളൂ. അല്ലാഹുവിന്റെ ഒരു കാരുണ്യമാണ്. ശ്രദ്ധിക്കണേ. നാളെ മഹ്ശറിലെ അമലുകൾ തൂക്കി നോക്കുന്ന സമയത്ത്, മീസാനിലെ അമലുകൾ തൂക്കി നോക്കുമ്പോ നന്മ 10 ഇരട്ടി കൂലിയുള്ളതാണ് തുലാസിക്കിടുന്നത്. 10 ഇരട്ടി വർധനവുണ്ടല്ലോ അതിന്. നന്മ ചെയ്താൽ 10 ഇരട്ടി കൂലിയല്ലേ? അപ്പൊ ഓരോ നന്മക്കും 10 ഇരട്ടി കൂലിയുണ്ട്. 70 ഇരട്ടി ഉള്ളതുണ്ട്, അതിലപ്പുറമുള്ളതുണ്ട്, 25 ഇരട്ടിയുണ്ട്, പല വിധത്തിലാണ്. 10 ചുരുങ്ങിയതുണ്ട്. അപ്പൊ ഈ 10 ഇരട്ടി കൂലി കൂടുതലുള്ള നന്മയാണ് തുലാസിന്റെ തട്ടിൽ നന്മന്റെ കൂട്ടത്തിൽ എടുത്തിടുന്നത്. തിന്മന്റെ കൂട്ടത്തിലിടുന്നതോ ഒരൊറ്റ ശതമാനമേ ഉള്ളൂ, 1%. അപ്പൊ ഇതിന് വെയിറ്റ് കൂടുതലാ, നന്മക്ക് വെയിറ്റ് കൂടുതലാ. ഓരോ നന്മയും 10 ഇരട്ടി കൂലിയാ, തിന്മയോ 1% ഉള്ളൂ. എന്നിട്ട് ഈ നന്മ കുറവും തിന്മ കൂടുതലും ആണെങ്കിൽ ആ മനുഷ്യൻ എത്ര തമ്മാടിയാണ്. ഒന്ന് ചിന്തിച്ചു. അള്ളാന്റെ കാരുണ്യം എവിടെയെല്ലാം ഉണ്ട്. നന്മയും തിന്മയും തൂക്കി നോക്കുന്ന നന്മ, ഓരോ നന്മയും 10 ഇരട്ടി കൂലി കൂടുതലാണ്. ആ 10 ഇരട്ടി കൂലി കൂടുതല് ഒന്ന് കുവൈത്തിന്റെ ദീനാറാണ്, ഒന്ന് ഇന്ത്യന്റെ നോട്ടാണ്. കെട്ട് രണ്ടും സമമാണ്. പക്ഷെ ഇത് ഇന്ത്യന്റെ, കുവൈത്തിന്റെ ദീനാറിന്, ബഹ്റൈന്റെ ദീനാറിന്, റിയാലിന് മൂല്യം കൂടുതലാണ്. ഇന്ത്യന്റെ പൈസയോ സമത്തിൽ രണ്ടും 10 കഷ്ണം കടലാസാണെങ്കിലും മൂല്യം കൂടുതലില്ലേ?
ഹസനാത്തുകളുടെ മൂല്യം കൂടുതൽ. ഇത്ര മൂല്യം കൂടുതലുള്ള ഹസനാത്തുകൾ കുറഞ്ഞു പോയാൽ, സയ്യിആത്ത് മുൻതൂക്കമായാൽ അവൻ എത്രമാത്രം പരാജയപ്പെട്ട തെമ്മാടിയാണ്. അവൻ ചെയ്ത തെറ്റെത്ര വലുതാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കി. ആ അമലുകൾ തൂക്കി നോക്കുമ്പോ ചില അമലുകൾക്ക് ഭയങ്കര വെയിറ്റാണ്, ചില അമലുകൾക്ക് ഭയങ്കര വെയിറ്റാണ്. എന്താണത്? ആലിമീങ്ങൾ ചില അമലുകൾക്ക് വെയിറ്റ് കൂടുതലുണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം പറയാം. മയ്യത്ത് മറവ് ചെയ്യണ സ്ഥലത്ത് പോവാ, മയ്യത്ത് ഖബർക്ക് ഇറക്കി വെച്ചതിന് ശേഷം മയ്യത്തിന്റെ മുകളിൽ മണ്ണിടുവല്ലോ. മിൻഹാ ഖലഖനാകും, ഒരു പിടി മണ്ണ്. വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. 3 പിടി മണ്ണ് വാരി ഇടുമ്പോ എത്ര കൂടുതൽ വാരാൻ കഴിയുമോ അത്രയും വർദ്ധിപ്പിച്ചോ. ചെറിയൊരു പിടിയാക്കണ്ട, കയ്യുമ മണ്ണാകുന്ന് വിചാരിച്ചിട്ട് ചെറിയൊരു പിടിയാക്കണ്ട. കാരണം ഇത് നേരെ നാളെ പരലോകത്ത് തുലാസിലേക്കാണ് ഇടുന്നത്. ആ പിടി മണ്ണാണ് തുലാസിന് ഭയങ്കര വെയിറ്റ് കൊടുക്കുന്ന സാധനമാണ്. അപ്പൊ മണ്ണ് നല്ലോണം വാരിക്കോ, കൂടുതൽ വാരിയിട്ടിടാൻ നോക്കണം. ഭയങ്കര കൂലിയുള്ള കാര്യമാണത്. അത് നാളെ ഹിസാബ്, നാളെ നന്മ തിന്മ തൂക്കി നോക്കുന്ന സസിൽ ഏറ്റവും വെയിറ്റ് കൂടിയ വസ്തുവാണത്. ഈ അമലുകളുടെ വെയിറ്റ് നോക്കുന്ന സ്ഥലത്ത് ശുഹദാക്കളും ആലിമീങ്ങളും തമ്മിൽ ഒരു തർക്കം നടക്കും. ശുഹദാക്കളും ഉലമാവും തമ്മിൽ തർക്കമാണ്. എന്തിന്? ശുഹദാക്കള് പറയും, ശുഹദാക്കൾ മരിച്ചാൽ യുദ്ധത്തിൽ വെച്ചുകൊണ്ട് ശുഹദാക്കൾ യുദ്ധക്കളത്തിൽ വെച്ച് മരണപ്പെട്ടാൽ അവരാണ് ഷഹീദ്. യുദ്ധത്തിൽ മുറിവ് പറ്റിയിട്ട് പുറത്തു പോയിട്ട് മരണപ്പെട്ട ഷഹീദ് എന്ന് പറയില്ല. യുദ്ധക്കളത്തിൽ വെച്ച് മരണപ്പെട്ടാൽ ഷഹീദ്. ആ ഷഹീദിനെ എങ്ങനെ മറവ് ചെയ്യണം? ആ രക്തത്തോടുകൂടി മറവ് ചെയ്യണം. കുളിപ്പിക്കാൻ പാടില്ല. വസ്ത്രവും ആ വസ്ത്രത്തിലെ രക്തമായ കറയോടുകൂടി, രക്തക്കറയോടുകൂടി മറവിയണം. കുളിപ്പിക്കാൻ പാടില്ലാത്തത് കൊണ്ട് തന്നെ ആ ഷഹീദിന്റെ പേരിൽ മയ്യിത്ത് നിസ്കരിക്കാനും പാടില്ല. അങ്ങനെയാണ് ശുഹദാക്കളെ മറവ് ചെയ്യുന്നത്. എന്തിനു വേണ്ടി? നാളെ പരലോകത്ത് ഇതേ രൂപത്തിൽ അവർ വരും. ഹജ്ജിന് പോയ ആള് ഹജ്ജിന്റെ ഇഹ്റാമിലാണ് മരിച്ചതെങ്കിൽ, ഹജ്ജിന്റെ ഇഹ്റാമിൽ മരിച്ച മനുഷ്യന്റെ പുരുഷനാണെങ്കിൽ തല മറക്കാതെ മറവ് ചെയ്യും. മുഖം മറക്കണം. പുരുഷൻ തല മറക്കാൻ പാടില്ല. മുഖത്തൊരു കർച്ചീഫ് ഇടണം. തല മറക്കാൻ പാടില്ല. സ്ത്രീയാണെങ്കിലോ മുഖം മറക്കാതെ, മക്കനെയൊക്കെ ഇട്ടിട്ട് മുഖം മറക്കാതെ മറവ് ചെയ്യും ഇഹ്റാമിന്റെ വേഷത്തിൽ. നാളെ പരലോകത്ത് വരുമ്പോ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് ചൊല്ലിയിട്ട് മഹ്ശറിൽ വരാൻ, മുലബ്ബിയായി കൊണ്ട് തൽബിയത്ത് ചൊല്ലി വരാൻ. ശുഹദാക്കള് ദീനിനു വേണ്ടി പച്ച ശരീരത്തിൽ മൂർച്ചേറിയ വാള് വന്ന് വീണിട്ട് മുറിഞ്ഞ് മരിച്ചവരാണിവർ. ശുഹദാക്കളാണവർ. അവിടെ മഹ്ശറയിൽ കൂടിയ ആളുകൾ മുഴുവനും കാണട്ടെ. അതിനുവേണ്ടി ശുഹദാക്കൾ അങ്ങനെ മറവ് ചെയ്യും. ആ ശുഹദാക്കള് ഈ നന്മ തിന്മകൾ തൂക്കി നോക്കുന്ന സ്ഥലത്ത് വന്ന് നിൽക്കും. അവര് പറയും, അമലുകൾക്ക് ഏറ്റവും കൂടുതൽ ഭാരമുള്ളത് ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് പുറപ്പെട്ട രക്തമാണ്. ഈ രക്തമെടുത്തിട്ട് തുലാസിലിട്ടാൽ ഇതിനാണ് ഭാരം, അതാണ് ഭാരം തൂങ്ങേണ്ടത്. അപ്പുറത്തെ ആലിമീങ്ങൾ നിൽക്കുകയാണ്. ആലിമീങ്ങൾ പറയും, അങ്ങനൊന്നുമല്ല, ഞങ്ങളുടെ പേനയിൽ നിന്ന് ഒലിച്ച, ഈ പേനയുടെ ഉള്ളിൽ നിന്ന് ഒലിച്ച മഷിയാണ് ശുഹദാക്കളുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ച രക്തത്തെക്കാൾ വെയിറ്റ് കൂടുതൽ, ഭാരം കൂടുതൽ. അതിനാണ് ശുഹദാക്കൾ സമ്മതിച്ചു കൊടുക്കൂല. എന്ത് നിങ്ങളെ പേനയിലെ മഷിയോ? പച്ച ശരീരം ദുനിയാവിൽ ജീവിക്കണമെന്ന മോഹം ഞങ്ങൾക്കുമുണ്ട്. ഞങ്ങളെ ഭാര്യമാരെ കൂടെ ഇണചേർന്ന് ജീവിക്കണമെന്ന് പുരുഷന്മാരായ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. ഞങ്ങളെ മക്കളെ യതീമക്കളാക്കി വിട്ടുപിരിയാൻ, ഭാര്യമാരെ വിധവകളാക്കി വിട്ടുപിരിയാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങളും മനുഷ്യന്മാരാണ്, ചെറുപ്പക്കാരാണ്. കുടുംബവും കൂട്ടും കുടുംബവുമായി കഴിഞ്ഞുകൂടാനും ബിസിനസ്സും വീടും ഒക്കെ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളതിന് വില കൽപ്പിച്ചില്ല. ഞങ്ങളെ ശരീരം റബ്ബിന്റെ ദീനിന് സമർപ്പിച്ചപ്പോൾ
ശത്രുവിന്റെ വാള് വന്ന് ഞങ്ങളുടെ ശരീരത്തിലെ പച്ച ശരീരത്തിൽ വന്ന് വീഴുമ്പോ ഞങ്ങൾക്കുമില്ലേ വേദന? ഈ പച്ച ശരീരത്തിലെ മാംസങ്ങൾ കഷ്ണം കഷ്ണമാക്കി മുറിച്ചപ്പോൾ ഞങ്ങൾക്കുമില്ലേ വേദന? ആ വേദന സഹിച്ചു റബ്ബിന്റെ ദീനിന് വേണ്ടി ഒലിച്ചതാണ് ഈ രക്തം. ഇതും ആ മഷിയും എവിടെ കിടക്കുന്നു? ഈ മഷിക്കാണ് വെയിറ്റ് കൂടുതൽ, അല്ല ഈ ചോരക്കാണ്, രക്തത്തിനാണ് വെയിറ്റ് കൂടുതൽ എന്ന് ശുഹദാക്കൾ പറയും. വാശി പിടിക്കും. ആലിമീങ്ങൾ സമ്മതിച്ചു കൊടുക്കില്ല. ആലിമീങ്ങൾ പറയും, ഞങ്ങളുടെ രക്തം മറ്റേ തട്ടിൽ വെക്കൂ, ഞങ്ങളുടെ മഷി, ഞങ്ങൾ എഴുതിയ പേനയിലെ മഷി മറ്റേ തട്ടിൽ വെക്കൂ, എന്നിട്ട് നോക്കാൻ നമുക്ക് ഏതാ ഭാരം തോന്നുന്നത്. രണ്ടുപേരും ഉഗ്രൻ തർക്കമാണ്, സംവാദമാണ്. ശുഹദാക്കളും ആലിമീങ്ങളും തർക്കമാണ്. അവസാനം ആലിമീങ്ങൾ ചോദിക്കും, ആരാ നിങ്ങളോട് പറഞ്ഞത് ഷഹീദായി മരിച്ചാൽ വലിയ കൂലിണ്ട്, സ്വർഗം കിട്ടും? നിങ്ങളോട് ആരാ പറഞ്ഞത്? ഞങ്ങൾ എഴുതി വെച്ച കിതാബ് വായിച്ചിട്ട് പ്രേരണ കിട്ടിയിട്ടല്ലേ നിങ്ങൾ യുദ്ധത്തിന് പോയത്? നിങ്ങളെ യുദ്ധത്തിലേക്ക് ഇറക്കി ഷഹീദാക്കിയത് ഞങ്ങളെ പേനയല്ലേ? ഞങ്ങൾ പേന കൊണ്ട് എഴുതിയ കിതാബ് വായിച്ചിട്ടല്ലേ നിങ്ങൾ ശുഹദാക്കളായത്? ഞങ്ങളുടെ പേനയിൽ നിന്ന് ഒലിച്ച മഷി കടലാസിൽ പരന്നിട്ട് ആ ആയത്തും ഹദീസും വായിച്ചിട്ടല്ലേ നിങ്ങൾ യുദ്ധത്തിന് പോയത്? നിങ്ങളെ ശുഹദാക്കളാക്കിയത് ഞങ്ങളെ മഷിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്കാണ് അതിന്റെ പ്രതിഫലം കിട്ടേണ്ടത്, അതിന്റെ വെയിറ്റ് ഞങ്ങളെ മഷിക്കാൻ. അല്ലാഹു ഇത് കേട്ട് സന്തോഷിച്ച് ചിരിക്കുമെന്നാണ്. അല്ലാഹു ഇത് കേട്ട് സന്തോഷിച്ച് ചിരിക്കുമെന്നാണ്. അല്ലാഹു പറയും, ശുഹദാക്കളെ ശരിയാണ്, ആലിമീങ്ങൾ പറഞ്ഞത് ശരിയാണ്. നിങ്ങളെ രക്തസാക്ഷികളാക്കിയത്, ശുഹദാക്കളാക്കിയത് ഈ ആലിമീങ്ങളുടെ പേനയിൽ നിന്ന് നിർഗളിച്ച മഷിയാണ്. ആ മഷി കൊണ്ട് എഴുതിയ കിതാബ് വായിച്ചിട്ടാണ്, ലേഖനം വായിച്ചിട്ടാണ്, പ്രേരണ കിട്ടിയിട്ടാണ് നിങ്ങൾ യുദ്ധക്കളത്തിലേക്ക് നിങ്ങളുടെ ശരീരത്തിന് വില കൽപ്പിക്കാതെ നിങ്ങൾ പോയത്. അതുകൊണ്ട് അതിന്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ഉലമാഅനാണ്. ശുഹദാഇന്റെ രക്തത്തിനേക്കാൾ വലുപ്പം ആലിമീങ്ങളെ പേനയിലെ മഷിക്കാണെന്ന് അല്ലാഹു തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് ശുഹദാക്കളോട് സ്വർഗ്ഗത്ത് പോകാൻ പറയും. ആലിമീങ്ങളോട് പറയും, നിങ്ങൾ പോകല്ലേ, നിങ്ങളവിടെ നിൽക്ക്. നിങ്ങൾ ഇൽമു പഠിച്ച കാലത്ത് നിങ്ങളെ പറഞ്ഞയച്ച് ഇൽമു പഠിക്കാൻ പറഞ്ഞയച്ച മാതാപിതാക്കളുണ്ട്, നിങ്ങൾക്ക് ഇൽമു പഠിപ്പിച്ചു തന്ന ഉസ്താദുമാരുണ്ട്, നിങ്ങളെ കൂടെ പഠിച്ച് സഹവസിച്ച ശരീക്കന്മാരുണ്ട്, നിങ്ങൾ ഭക്ഷണത്തിന് പോയപ്പോൾ വീടുകളിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി തന്ന ചെലവ് വീട്ടുകാരുണ്ട്, നിങ്ങൾക്ക് കമ്മിറ്റിക്കാര് ഭക്ഷണം തന്നതിന് സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. ഇൽമു പഠിക്കുന്നതിന് നിങ്ങളെ സഹായിച്ച മുഴുവൻ ആളുകളെയും കൈപിടിച്ചിട്ട് വേണം നിങ്ങൾ സ്വർഗത്തിൽ പോകാൻ. അല്ലാഹു തആല ആലിമീങ്ങൾക്ക് കൊടുത്ത പവർ കണ്ടോ? അല്ലാഹു തആല സ്വർഗത്തിന്റെ ആൾക്കാരെ സ്വർഗത്തേക്ക് വിടുക, നരകത്തിന്റെ ആളുകളെ നരകത്തേക്ക് വിടുകയാണ്. അപ്പോൾ ഇന്നല്ലാഹ യുഹാസിബുൽ അബ്ദ, അല്ലാഹു അവന്റെ അടിമകളെ വിചാരണ ചെയ്യുകയാണ്. ഫതർജിഉ സയ്യിആതിഹി അലാ ഹസനാതിഹി, ഹസനാത്തിനേക്കാളും നന്മയെക്കാളും തിന്മ മുൻതൂക്കമാണ്, ഭാരം കൂടിയതായപ്പോൾ ഫയഉമുറു ബിഹില്ലാഹു തആലാ ഇലന്നാർ, അല്ലാഹു അവനെ നരകത്തിലേക്ക് കൽപ്പിക്കുന്നു. അല്ല പറഞ്ഞു, ഇവനെ പിടിച്ച് നരകത്തിൽ കൊണ്ടുപോയിടൂ. ആ മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയുന്നു, അദ്രിക അബ്ദീ വസ്അൽഹു, എന്റെ അടിമന്റെ അടുത്ത് പോയിട്ട് അവനോട് ചോദിച്ചു നോക്കൂ, ഹൽ ജലസ മഅൽ ഉലമാഇ ഫിദ്ദുനിയാ, അവൻ ദുനിയാവിൽ ആലിമീങ്ങളെ കൂടെ ഏതെങ്കിലും ഒരു ആലിമിന്റെ കൂടെ അയാൾ ഇരുന്നിട്ടുണ്ടോ എന്ന് പോയി ചോദിച്ചു നോക്ക്. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം ചെന്നിട്ട് ഈ മനുഷ്യനോട് ചോദിക്കുന്നു, നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉലമാഇന്റെ മജ്ലിസിൽ പോയിരിക്കാൻ, ആലിമീങ്ങളെ കൂടെ ഇരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടോ? പള്ളിയിൽ ഉസ്താദ് ദർസ് നടത്തുന്നു, മുതഅല്ലിമീങ്ങൾ പള്ളിയിലുണ്ട്. ആ ഉസ്താദ് പള്ളിയിൽ നിന്ന് ഹദ്ദാദ് ഓതുന്ന സമയത്ത് ആ സദസ്സിലൊന്ന് പോയിരിക്കാം. ഉസ്താദ് വയോജന ക്ലാസ് വെച്ച് സാധാരണക്കാർക്ക് ക്ലാസ് വെച്ച് തരുന്നു. എന്തൊരു ഭാഗ്യമാണ്, എന്തൊരു സൗഭാഗ്യമാണ്, എത്ര സന്തോഷമാണ്. നമ്മുടെ നാട്ടിൽ ഇത് നടക്കുന്നില്ലേ? പല നാടുകളിലുമുണ്ട്. ആഴ്ചയിലോ മാസത്തിലോ ഒരിക്കൽ മഹദറത്തുൽ ബദരിയ പോലുള്ള സദസ്സുകളുണ്ട്. ആലിമീങ്ങൾ അതിൽ പങ്കെടുക്കുന്നു. എത്ര സദസ്സ് കിട്ടാറുണ്ട് നമുക്ക്. ഉലമാഇന്റെ കൂടെ സഹവസിക്കാൻ പറ്റിയ, അതൊന്നുമല്ലെങ്കിലും അസറിന്റെ ശേഷം ആ ഉസ്താദിന് ദർസില്ലാത്ത സമയത്ത്
ഉസ്താദിന്റെ അടുക്കൽ പോയിരുന്നിട്ട് ഉസ്താദിന്റെ കിതാബ് നോക്കലിന് തടസ്സം വരാതെ, ഉസ്താദിന്റെ ചുറ്റുപാടുകൾക്ക് തടസ്സം സൃഷ്ടിക്കാതെ, ഒരു ശല്യമായി മാറാതെ അടുത്തു പോയിരുന്നു വല്ല മസലകളും ചോദിക്കുകയോ വല്ല ചരിത്രങ്ങളും ചോദിക്കുകയോ നാട്ടിലുള്ള മറ്റു ആളുകളെ കുറിച്ച് കുറ്റങ്ങളും കുറവുകളും പറയുന്ന ന്യൂസ് എത്തിച്ചു കൊടുക്കുന്നതിന് പകരം ഉസ്താദിന്റെ പക്കൽ നിന്ന് വല്ല ഇൽമുകളും ഇങ്ങോട്ട് കേട്ടുപഠിക്കാൻ ഏതെങ്കിലും ഒരു ആലിമിന്റെ കൂടെ നീ ദുനിയാവിൽ സഹവസിച്ചിട്ടുണ്ടോ? فإذا أدرك عبدي واسأله هل جلس مع فأغفر له بشفاعتهم. അങ്ങനെ സഹവസിച്ചിട്ടുണ്ടെങ്കിൽ ആ ആലിമീങ്ങളെ ശഫാഅത്ത് കൊണ്ട് ഞാൻ അവനെ രക്ഷപ്പെടുത്താം. ആലിമീങ്ങളെ ശഫാഅത്ത് കൊണ്ട് ഞാൻ അവരെ രക്ഷപ്പെടുത്താം. ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കും, നീ ദുനിയാവിലെ ഏതെങ്കിലും ഒരു ആലിമിന്റെ കൂടെ സഹവസിച്ചിട്ടുണ്ടോ? അദ്ദേഹം പറയുന്നു, ഫയഖൂലു ലാ, സഹവസിച്ചിട്ടില്ല. ഫയഖൂലു ജിബ്രീൽ, അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവോട് പറയാണ്, അൻത ആലിമുൻ ബിഹാലി അബ്ദിക, പടച്ചോനെ നിനക്കറിയാലോ നിന്റെ അടിമന്റെ അവസ്ഥ, എന്നെ കൊണ്ട് ചോദിപ്പിക്കണോ? നിന്റെ അടിമന്റെ അവസ്ഥ നിനക്ക് തന്നെ അറിയില്ലേ? അല്ലാഹ് പറയുന്നു, ഇസ്അൽഹു, ജിബ്രീലേ വീണ്ടും ചോദിച്ചു നോക്ക്, ഹൽ അഹബ്ബൽ ഉലമാ, ശ്രദ്ധിക്കണേ മുഅ്മിനീങ്ങളെ, ശ്രദ്ധിക്കണേ, ഹൽ അഹബ്ബൽ ഉലമാ, ആലിമീങ്ങളെ കൂടെ സഹവസിച്ചിരുന്നിട്ടില്ലെങ്കിലും അദ്ദേഹം ഉലമാഇനെ മഹബ്ബത്ത് വെച്ചവനാണോ? ആലിമീങ്ങളെ സ്നേഹിച്ചവനാണോ? ഫയസ്അലുഹു, ജിബ്രീൽ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ ഫയഖൂലു, അയാൾ പറയും, ലാ, ഞാൻ ആലിമീങ്ങളെ മഹബ്ബത്ത് വെച്ചവനല്ല. ഫയഖൂലുല്ലാഹു തആല, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇസ്അൽഹു, ജിബ്രീലേ അയാളോട് ചോദിക്ക്, ഹൽ ജലസ അലാ മാഇദത്തിൻ മഅൽ ഉലമാഇ, ഹൽ ജലസ അലാ മാഇദത്തിൻ മഅൽ ഉലമാഇ, ഏതെങ്കിലും ആലിമീങ്ങൾ വന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ ഒരു സുപ്രക്കും ഡൈനിങ് ടേബിളിന്റെ മുകളിൽ ഭക്ഷണം കൊണ്ടുപോയി വെച്ചിട്ട് ഉലമാക്കൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോ എപ്പോഴെങ്കിലും ഒരു ചാൻസ് കിട്ടിയോ ആ ആലിമിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ? ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയെ ഉസ്താദ് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, രോഗങ്ങൾ ശിഫയാക്കി ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ, നമ്മുടെ മഹല്ലത്തിൽ ഇനിയും വരാനുള്ള തൗഫീഖ് അല്ലാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. നമ്മുടെ നാട്ടിൽ വന്നു, നമ്മുടെ കുടുംബത്തിൽ വന്നു ഒരു ഭക്ഷണം കൊടുക്കാൻ, നമ്മളെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് ക്ഷണിച്ചു, ഉസ്താദ് വന്ന് ഭക്ഷണം കഴിച്ചു, ഉസ്താദ് വന്ന് ഭക്ഷണം കഴിച്ചു, അങ്ങ് പോകുന്നതിന് പകരം ഉസ്താദിന്റെ കൂടെ ആ ടേബിളിന്റെ ഒരു മൂലയിൽ ഇരുന്നിട്ട് ഒരു ഭക്ഷണം കഴിക്കാൻ ഭാഗ്യം കിട്ടിയാൽ, ഉസ്താദ് മാത്രമല്ല എത്ര സയ്യിദന്മാര് ആലിമീങ്ങള് നമുക്ക് വീണ് കിട്ടാറുണ്ട്. നമ്മുടെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുമ്പോ എത്ര വേണ്ടെങ്കിലും ആ കൂടെ വന്ന് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നതിന്റെ പുണ്യം മനസ്സിലാക്കിക്കോ. ഹൽ അഹബ്ബ ഹൽ ജലസ അലാ മാഇദത്തിൻ മിനൽ ഉലമാഇ, ആലിമീങ്ങളെ കൂട്ടത്തിൽ ആലിമീങ്ങൾ മഅൽ ഉലമാഇ, ആലിമീങ്ങളെ കൂടെ ഒരു സുപ്രക്കരിയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ? ഫയസ്അലുഹു, ജിബ്രീൽ ചോദിക്കും, ഏതെങ്കിലും ഒരു ആലിമിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ നിനക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ മോനെ എന്ന് ചോദിക്കുമ്പോ ഫയഖൂലു ലാ, ജിബ്രീലിനോട് ആ മനുഷ്യൻ പറയുന്ന മറുപടി, അങ്ങനെ ഒരു ഭാഗ്യവും എനിക്ക് കിട്ടിയിട്ടില്ല. നാലാമത്തത് ഫയഖൂലു, അല്ലാഹു പറയാണ്, ഇസ്അൽഹു, ജിബ്രീലേ അദ്ദേഹത്തോട് ചോദിച്ചു നോക്ക്, ഹൽ സകന മസ്കനൻ ഫീഹി ആലിമുൻ, അയാൾ ഒരു ഫ്ലാറ്റിൽ താമസിച്ചിട്ടുണ്ടോ? ആ ഫ്ലാറ്റിൽ ഏതോ ഒരു പണ്ഡിതൻ താമസിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, ഇവിടെ ഒരു ഫ്ലാറ്റ് ഉണ്ട്, ഒരു 3-4 നിലയുള്ള ഫ്ലാറ്റ്, 10, 20, 50 ബുർജ് ഖലീഫയെ പോലെ നൂറുകണക്കിന് ആയാലും വിരോധമില്ല. ഏതോ ഒരു ഫ്ലാറ്റിന്റെ ഏതോ ഒരു റൂമില് ഒരു പണ്ഡിതൻ ജീവിച്ചിരിക്കുന്നുണ്ട്. അതിന്റെ താഴെ ഒരു ഫ്ലാറ്റിൽ അല്ലെങ്കിൽ മുകളിൽ ഒരു ഫ്ലാറ്റിൽ നമ്മളും താമസിക്കുന്നുണ്ട്. നമുക്കൊരു സമാധാനം, ഒരു ആലിമ് ഈ ഫ്ലാറ്റിൽ താമസിക്കുന്നുണ്ടല്ലോ, ഒരു ആലിമ് ഈ ബിൽഡിംഗിൽ താമസിക്കുന്നുണ്ടല്ലോ. ഹൽ സകന മസ്കനൻ ഫീഹി ആലിമുൻ, ഒരു ആലിമ് ഒരു പണ്ഡിതൻ താമസിക്കുന്ന വീട്ടില്, ഒരു ആലിമ് താമസിക്കുന്ന ഫ്ലാറ്റില്, ഒരു ആലിമ് താമസിക്കുന്ന ലോഡ്ജില് നിനക്ക് താമസിക്കാൻ അവസരം
അവസരം കിട്ടിയിട്ടുണ്ടോ? ഫയഖൂലു, ആ മനുഷ്യൻ പറയും, ലാ, അങ്ങനൊരു ഭാഗ്യവും എനിക്ക് കിട്ടിയിട്ടില്ല. ഫയഖൂലു, അല്ലാഹു പറയാണ്, ഇസ്അൽഹു, ആ മനുഷ്യനോട് ചോദിക്ക്, ഹൽ കാന ഇസ്മുഹു ഇസ്മ ആലിമിൻ, അദ്ദേഹത്തിന്റെ പേര് ഏതെങ്കിലും ഒരു ആലിമിന്റെ പേരാണോ? ഇന്ന് പേരൊക്കെ പുതിയതാണ്. മുസ്ലിമാണോ ആണാണോ പെണ്ണാണോ തിരിച്ചറിയാത്ത പേരാണ്. എന്തൊക്കെയോ പേരുകൾ എവിടെന്നോ കിട്ടിയത്. എന്നിട്ട് ഉസ്താദിനോട് നെറ്റിൽ അടിച്ചു നോക്കിയാൽ പേര് കിട്ടും. നെറ്റിൽ ഇസ്ലാം അടിച്ചാൽ ഖാദിയാനിസ വരിക. നിങ്ങൾ മനസ്സിലാക്കണം. നെറ്റിൽ കയറിയിട്ട് ഗൂഗിളിൽ പരിശോധിക്കുമ്പോൾ ഇസ്ലാം അടിച്ചാൽ അത് ആദ്യമേ ഖാദിയാനികൾ കയറ്റിപ്പോയി. അവർക്ക് പേരുണ്ട്. അല്ലൈനിലൂടെ ഒരിക്കൽ നടന്നു പോയപ്പോ ഒരുപാട് ദിവസം ഒരു മനുഷ്യനോട് സമ്പർക്കം പുലർത്താൻ അവസരമുണ്ടായി. പള്ളി കയറുമ്പോ ഇയാള് മാറി നിൽക്കും. ഇയാൾ നിസ്കരിക്കാൻ വരൂല. അഹമ്മദ് എന്നാണ് പേര്. നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി വരുന്നത് വരെ ഇവൻ റോഡിന്റെ സൈഡിൽ അവിടെ നിൽക്കും. ഒരു തടലത്ത് നിൽക്കും. ലോഹറിനും അസറിനും എത്ര ചൂടാണെങ്കിലും. അങ്ങനെ പള്ളി കയറും. ഇയാള് നിസ്കരിക്കാൻ വരൂല. പിന്നെയും പല പ്രാവശ്യം പലപ്പോഴും ആയപ്പോൾ ആ മനുഷ്യനോട് ചോദിച്ചു, എന്താ നിസ്കരിക്കാൻ വരാത്തത്? ആ മനുഷ്യൻ പറഞ്ഞു, അന മസീഹിയ്യുൻ, ഞാൻ ക്രിസ്ത്യാനിയാണ്. എന്താ പേര്? അഹമ്മദാണ്. അഹമ്മദ് എന്ന് പേരുണ്ട്. ആള് ക്രിസ്ത്യാനിയാണ്. അയാൾക്ക് നിസ്കാരമില്ല. നമ്മളെ കൂടെ സഹവസിക്കുന്നു. ജോലിയുടെ ഭാഗമാണ്. അതുകൊണ്ട് അദ്ദേഹം പള്ളിയിൽ വരൂല, നിസ്കരിക്കൂല. പേരുകൾ അങ്ങനെ പലർക്കുണ്ട്. നെറ്റിലടിച്ചു നോക്കിയാൽ കിട്ടുന്ന പേരെല്ലാം കൂടി വിശ്വസിക്കല്ലേ. നെറ്റിലടിച്ചു നോക്കിയിട്ട് പേരെടുത്തിട്ട് ഉസ്താദിനോട് അർത്ഥം ചോദിക്കാൻ വരും. ഉസ്താദ് എവിടെ തിരഞ്ഞാലും ഈ പദത്തിന്റെ അർത്ഥം കണ്ടുപിടിക്കൂല. ഒന്നുകിൽ അത് ഫാരിസി ഭാഷയാവാം, അല്ലെങ്കിൽ ഉറുദു ആയിരിക്കാം. എന്തെല്ലാമോ അർത്ഥവ്യത്യാസങ്ങൾ അതിന് വരും. വളരെ സൂക്ഷിച്ചു വേണം പേരിടാൻ. ഈ ആധുനിക യുഗത്തിൽ പ്രത്യേകിച്ചും ഒരു മുഅ്മിനാണ്, മുസ്ലിമാണെന്ന് തിരിച്ചറിയുന്ന പേരുകൾ തെരഞ്ഞു നോക്കിയിട്ട് ചോദിച്ചു തന്നെ ഇടണം. അതിലൊരു കാരണമുണ്ട്. ഹൽ, അയാളെ പേര് അല്ലാഹു ചോദിക്കുന്നത് കണ്ടോ? ഹൽ കാന ഇസ്മുഹു ഇസ്മ ആലിമിൻ, അദ്ദേഹത്തിന്റെ പേര് ഒരു ആലിമിന്റെ പേരാണോ? ഒരു പണ്ഡിതന്റെ പേരാണോ? വഇൻ വാഫഖ ഇസ്മുഹു ഇസ്മിഹി, ഒരു പണ്ഡിതന്റെ പേരാണ് അദ്ദേഹത്തിനുള്ളതെങ്കിൽ ഗഫർതു ലഹു, ഞാൻ അയാൾക്ക് പുറത്തു കൊടുക്കാം. ഒരു ആലിമിന്റെ പേരാണ് അയാൾക്കെങ്കിൽ ഞാൻ പുറത്തു കൊടുക്കാം. ഒരൊറ്റ ആലിമിന്റെ പേരുമല്ല. ഫലാ യുവാഫിഖു ഫീഹി ഫയഖൂലു ലിജിബ്രീൽ, അല്ലാഹ് പറയാണ് ജിബ്രീലിനോട്, ഇസ്അൽഹു, അദ്ദേഹത്തോട് ചോദിച്ചു നോക്ക്, ഹൽ അഹബ്ബ റജുലൻ യുഹിബ്ബുൽ ഉലമാ, ആലിമീങ്ങളെ അയാൾ സ്നേഹിച്ചിട്ടില്ല. ആലിമീങ്ങളെ മജ്ലിസിൽ അയാൾ പങ്കെടുത്തിട്ടില്ല. ആലിമിന്റെ പേരല്ല. ആലിമിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. ഒരു ആലിമ് താമസിച്ച വീട്ടിലയാൾ താമസിച്ചിട്ടില്ല. ഒന്നുമില്ല. പക്ഷേ ഒരു ആലിമിനെ സ്നേഹിച്ച ഒരാളെ സ്നേഹിച്ചിട്ടുണ്ടോ? ആലിമീങ്ങളോട് വലിയ ഇഷ്ടമാണ്. അങ്ങനത്തെ ഒരാളെ സ്നേഹിച്ചിട്ടുണ്ടോ? അങ്ങനെ ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ പറയും, ഇസ്അൽഹു, ചോദിക്ക്, ഹൽ അഹബ്ബ റജുലൻ യുഹിബ്ബുൽ ഉലമാ, ആലിമീങ്ങളെ പ്രിയം വെച്ച ഒരാളെ അയാൾ പ്രിയം വെച്ചിട്ടുണ്ടോ, സ്നേഹിച്ചിട്ടുണ്ടോ? ഫയഖൂലു, ആ മനുഷ്യൻ പറയും, നഅം, അതെ. ആലിമീങ്ങളെ നേരിട്ട് സ്നേഹിച്ചിട്ടില്ലെങ്കിലും ആലിമീങ്ങളെ സ്നേഹിച്ച ഒരാളെ, ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യണ്ട് ഞങ്ങളുടെ നാട്ടില്. എവിടെ വന്നാലും ആലിമീങ്ങളെ ഓടിയെത്തി സ്വീകരിക്കാനും ഭക്ഷണം കൊടുക്കാനും ഒപ്പം നടക്കാനും ഒന്നും വേണ്ട, ഒന്ന് കാണാൻ അയാൾക്ക് മുന്നേ ഓടിയെത്തും. വലിയ പ്രിയമാണ്. അത് കാരണം അയാളോട് എനിക്കും വലിയ സ്നേഹമാണ്. അല്ലാഹു തആല എന്താ പറയാന്ന് കേട്ടോളൂ നിങ്ങൾ. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയാളെ നരകത്തേക്ക് കൊണ്ടുപോവാണ്. നരകത്തേക്ക് കൊണ്ടുപോകുമ്പോ വഴിയിൽ വെച്ചിട്ടായി സംഭവം. പിടിക്കടാ ജിബ്രീലെ കൈ. ജിബ്രീൽ അലൈഹിസ്സലാം പിടിച്ചു. അയാൾ കൈ പിടിച്ചിട്ട് കൊണ്ടുവന്നു. അദ്ഖിൽഹുൽ ജന്ന, അയാളെ സ്വർഗ്ഗത്തിലേക്ക് പറഞ്ഞേക്കൂ. ഫഇന്നഹു കാന യുഹിബ്ബു റജുലൻ ഫിദ്ദുനിയ, അയാൾ ദുനിയാവിൽ വെച്ചൊരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടിരുന്നു. വകാന ദാലിക റജുലു യുഹിബ്ബുൽ ഉലമാ, ആ മനുഷ്യൻ ആലിമീങ്ങളെ പ്രിയം വെക്കുന്ന ആളായിരുന്നു. ആലിമീങ്ങളെ പ്രിയം വെക്കുന്ന ഒരാളെ പ്രിയം വെച്ച കാരണത്താൽ ഞാൻ അദ്ദേഹത്തിന് ഫഗഫർതു ലഹു ബിബറകാതിഹി, ഉലമാനെ സ്നേഹിച്ചവനെ സ്നേഹിച്ചതിന്റെ പേരിൽ ഞാൻ അവന് ദോഷം പുറത്തു കൊടുത്തു എന്ന് പറഞ്ഞപ്പോ
ആലിമീങ്ങളെ സ്നേഹിച്ചവന്റെ കൂലി എത്രയായിരിക്കും? ആലിമീങ്ങളെ കൂടെ സഹവസിച്ചവന്റെ കൂലി എത്രയായിരിക്കും? അതെല്ലാം ഇരിക്കട്ടെ, ഉലമാഇന്റെ സ്ഥാനം എത്രയായിരിക്കും? ഇതാണ് ആലിമീങ്ങളും ബഹുമാനപ്പെട്ട സാദാത്തുക്കളും. നമ്മുടെ നാടിന് അല്ലാഹു തന്ന ഒരുപാട് ബർക്കത്തുകൾ കളഞ്ഞു കുളിക്കരുത്. നമ്മുടെ മക്കളെ ഇൽമു പഠിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ പ്രേരിപ്പിക്കണം. ഇന്ന് പരിശുദ്ധ ഇസ്ലാം ദീനിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ പുച്ഛമാക്കി വലിച്ചെറിയുകയും ദീനിനെ നിരക്കാത്ത വാക്കുകളും പ്രവൃത്തികളും ഭൗതിക താല്പര്യത്തിന്റെ പിന്നാലെ ഓടി ദുനിയാവിലെ സുഖം മാത്രം മരിച്ചു വരികയാണ്. മുമ്പ് ഹാർട്ട് അറ്റാക്കിനെ പറ്റി ക്ലാസ് എടുക്കാൻ വേണ്ടി ലോകത്തെ ഏറ്റവും വലിയ കാർഡിയോളജിസ്റ്റുകളുടെ കൂട്ടത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പണ്ഡിതനായ കാർഡിയോളജിസ്റ്റിനെ മംഗലാപുരത്ത് കൊണ്ടുവന്നു. അദ്ദേഹം ലോകത്തെ ഏറ്റവും പ്രശസ്തനാണ് കാർഡിയോളജി. അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് എങ്ങനെ സംഭവിക്കാം, അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്ന വിഷയം ചർച്ച ചെയ്യാനാണ്, ക്ലാസ് എടുക്കാനാണ് കൊണ്ടുവന്നത്. നാളെ നേരം പുലർന്നാൽ മംഗലാപുരത്ത് വെച്ച് പ്രത്യേകം സജ്ജമാക്കിയ എല്ലാ സൗകര്യങ്ങളും സമ്മേളിച്ച സ്ഥലത്ത് ക്ലാസ്സിൽ പങ്കെടുക്കാൻ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സമുന്നതരായ ഡോക്ടർമാർ സ്ഥലത്തെത്തിക്കഴിഞ്ഞു. നേരം വെളുക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ നേരം പുലർന്നപ്പോൾ കിട്ടിയ പത്രങ്ങളിൽ, കർണാടകത്തിലെയും കേരളത്തിലെ മലയാള പത്രങ്ങളിലും ഫസ്റ്റ് പേജിൽ ആ ഡോക്ടറുടെ തലയുടെ ഫോട്ടോ മാത്രം അന്തരിച്ചു. നേരം പുലർന്നാൽ അയാളിൽ വരാൻ പോകുന്ന മാറ്റം അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞില്ല. ആർക്കും പിടിച്ചു നിർത്താൻ കഴിയില്ല. മരണം എപ്പോഴും സംഭവിക്കും. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ദുനിയാവിൽ ജീവിച്ചതിനെല്ലാം കണക്ക് പറഞ്ഞേ അല്ലാഹു വിടുകയുള്ളൂ. അല്ലാഹു വെറുതെ പഠിച്ചതല്ല. അഫഹസിബതും അന്നമാ ഖലഖനാകും അബഥാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. ദുനിയാവിൽ വെറുതെ അങ്ങ് പടച്ചു വിട്ടതാണെന്ന് നിങ്ങൾ ധരിച്ചുപോയോ? എന്നിലേക്ക് നിങ്ങളെ മടക്കി കൊണ്ടുവരൂല എന്ന് നിങ്ങൾ ധരിച്ചുപോയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട്, മുഅ്മിനീങ്ങളെ, ദുനിയാവിലെ സുഖം നൈമിഷികമാണ്. എപ്പോഴും എവിടെ വെച്ചും മരണം പിടികൂടാം. എവിടെ വെച്ച് മരിക്കുമെന്നൊരു നിശ്ചയവുമില്ല. അതുകൊണ്ട് ദുനിയാവിൽ കിട്ടുന്ന അവസരങ്ങൾ ഭൗതിക ലോകത്തിന്റെ താല്പര്യങ്ങൾക്ക് വിനിയോഗിക്കുന്നതിന് പകരം അല്ലാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് റബ്ബിന് പൊരുത്തപ്പെടാത്ത വിഷയങ്ങളിൽ നിന്ന് മാറി നിന്ന് അല്ലാഹു തന്നിരിക്കുന്ന കണ്ണും കയ്യും കാതും ഹൃദയവും നമ്മുടെ സർവസ്വവും അല്ലാഹു തന്നതാണ്. ആ റബ്ബ് തന്ന റബ്ബിനോടുള്ള നിഅമത്ത് ശുക്ർ കാണിച്ചുകൊണ്ട്, നന്ദി കാണിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അല്ലാഹു ഈ ഉറൂസ് എല്ലാ നിലക്കും വിജയിപ്പിക്കുമാറാവട്ടെ. നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാര അഭയ കേന്ദ്രമായി ഈ മഖാമിനെ അല്ലാഹു ഉയർത്തി അതിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് അവറുകളെ ദറജ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ആമീൻ. ദുആ ചെയ്യാൻ ആരും പോലെ ദുആ ചെയ്ത് നമുക്ക് പിരിയാം. വെള്ളം വേണ്ട ആൾക്കാർ പോവാണ്. ഞാൻ വെള്ളം കുടിച്ചില്ലെങ്കിലും എല്ലാവരും ദ്വാരുന്നിട്ട് പോവാൻ തീരെ കേൾക്കാത്ത മാതിരി ആൾക്കാർ. ആ കട്ടൻ ചായ ഞാൻ ചോദിച്ചത് അത് ഒഴിവാക്കി കണ്ട് വെള്ളം കാണും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا وشفيعنا محمد. أرحم الراحمين يا رب ഈ ഇൽമിന്റെ മജ്ലിസിനെ ഖബൂൽ ചെയ്യണേ റഹ്മാനേ. ഈ മജ്ലിസിലിരിക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങളെയും ഈ വഅദ് കേൾക്കാൻ വന്ന സഹോദരിമാരെയും ഇതിന് നേതൃത്വം നൽകുന്ന കമ്മിറ്റിയെയും ഇവിടുത്തെ ഉസ്താദുമാരെയും ഈ സദസ്സിലുള്ള മുഴുവൻ പണ്ഡിതന്മാരും മുതഅല്ലിമീങ്ങളെയും അല്ലാഹുവേ ഈ മഖാം ലക്ഷ്യം വെച്ച് വരുന്ന ഇവിടുത്തെ സയ്യിദ് അവറുകളെ ലക്ഷ്യം വെച്ച് വരുന്ന മുഴുവൻ സിയാറത്ത് വരുന്ന ആൾക്കാരെ
ഞങ്ങളോടും ഞങ്ങളുടെ മാതാപിതാക്കളും ഉസ്താദുമാരും ഭാര്യമാരും സന്താനങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഞങ്ങളെ ഇൽമു പഠിക്കുന്ന കാലത്തും ഇപ്പോഴും ഞങ്ങൾക്ക് ഭക്ഷണം തന്ന്, വസ്ത്രം തന്ന്, കിതാബ് തന്ന്, കാശ് തന്ന്, സ്നേഹം തന്ന് പെരുമാറിയവർ, ദുആ ചെയ്യണേ എന്ന് പലയിടങ്ങളിലും വെച്ച് ഞങ്ങളോട് വസിയത്ത് ചെയ്ത് ഏൽപ്പിച്ചവർ, കഴിഞ്ഞകാല ജീവിതത്തിൽ നിനക്ക് പൊരുത്തപ്പെടാത്ത എന്തെല്ലാം ഞങ്ങളിൽ നിന്ന് വന്നുപോയോ അത് മുഴുവനും നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്. ഇനിയുള്ള ജീവിതത്തിൽ നിനക്ക് പൊരുത്തപ്പെടാത്ത വല്ലതും ഞങ്ങളിൽ നിന്ന് സംഭവിക്കുന്നതിനെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ രോഗങ്ങൾ ശിഫയാക്കി തരണേ റഹ്മാനെ. കീറി മുറിക്കുന്ന രോഗങ്ങൾ, മാരകമായ അറ്റാക്ക്, ക്യാൻസർ പോലത്തെ രോഗങ്ങൾ, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, കാൽമുട്ടുവേദന, നടുവേദന, നെഞ്ചുവേദന, പല്ലുവേദന, തലവേദന തുടങ്ങി പല വേദനകൾ കൊണ്ട് കഷ്ടപ്പെടും, എല്ലാം ശിഫയാക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളുടെ ലാഹിരിയും ബാത്തിനിയും റൂഹാനിയും ജിസ്മാനിയും കണ്ണേറും പൈശാചികവും എല്ലാം ശിഫയാക്കി തരണേ അല്ലാഹ്. എന്റെ ഹബീബായ റസൂലുള്ളാഹിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ സിഹറുകൾ ബാത്തിലാക്കി തരണേ റഹ്മാനെ. കണ്ണേറുകൾ തിരിച്ചുവിടണേ റഹ്മാനെ. കുടുംബത്തിൽ സ്നേഹവും സന്തോഷവും ഐക്യവും യോജിപ്പും നൽകണേ റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളിൽപ്പെട്ട മക്കളെ നൽകണം റഹ്മാനെ. വിവാഹം നടക്കാത്ത സഹോദര സഹോദരിമാർക്ക് നീ പൊരുത്തപ്പെട്ട അവർക്കും ഇഷ്ടപ്പെട്ട ഖൈറായ ഇണകളെ നൽകി നല്ല ദാമ്പത്യ ജീവിതം പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ റഹ്മാനെ. ഒരുപാട് മുതഅല്ലിമീങ്ങളുണ്ട് ഈ സദസ്സിൽ, ഉഖറവിയായ മുതഅല്ലിമീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. ഒരുപാട് ആലിമീങ്ങൾ ഉസ്താദുമാർ ഈ സദസ്സിലുണ്ട്, ഉഖറവിയായ ഉലമാക്കളിൽ പെടുത്തണേ റഹ്മാനെ. മരിക്കുന്നതുവരെ ഇൽമു കൊണ്ട് ശുഗലായ ഒരു ജീവിതം ഞങ്ങൾക്ക് നിലനിർത്തി തരണം റബ്ബേ. ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ റഹ്മാനെ. പഠിപ്പിച്ച് പോറ്റി വളർത്തിക്കൊണ്ടുവന്ന മക്കളിൽ നിന്ന് ഞങ്ങളൊരു ഗുണം പ്രതീക്ഷിക്കുന്ന കാലം വരുമ്പോൾ അവർ ഞങ്ങളെ ധിക്കരിക്കുന്ന മക്കളായി പോകരുതേ അല്ലാഹ്. വിവാഹപ്രായമെത്തുമ്പോ അന്യമതസ്ഥന്റെ കൂടെ ഇറങ്ങി ഒളിച്ചോടി പോകുന്ന ദുർഗതി ഞങ്ങളുടെ കുടുംബത്തിൽ എവിടെയും ഉണ്ടാകരുതേ റഹ്മാനെ. നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ കടങ്ങൾ വീട്ടിത്തരണേ റഹ്മാനെ. കടത്തോടുകൂടി ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഒരാളെ പടിവാതിൽക്കൽ ചെന്ന് കൈനീട്ടി യാചിച്ച് അവന്റെ കറുത്ത മുഖം കാണുന്ന ദുർഗതി ഞങ്ങൾക്ക് ഉണ്ടാകാതെ നീ കാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഇസ്സത്ത് നിലനിർത്തി തരണം റഹ്മാനെ. അല്ലാഹുവേ, ദുനിയാവിലും ആഖിറത്തിലും ഫളീഹത്തിലാകുന്നതിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഇസ്ലാമിന്റെ ശത്രുക്കളെ നീ ശർറിൽ നിന്ന് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. മുസ്ലിം ഉമ്മത്തിന് ലോകത്ത് മുസ്ലിം ഉമ്മത്തിന് നീ തുണയാകണേ റഹ്മാനെ. മുസ്ലിം ഉമ്മത്തിന് ലോകത്ത് മുഴുവനും നീ തുണയാകണേ റഹ്മാനെ. അവരുടെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ റഹ്മാനെ. അവരുടെ ശത്രുക്കൾ ശർറിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ഈ ഉറൂസിന്റെ മജ്‌ലിസിലേക്കും അതിന്റെ സദസ്സിലേക്കും സംഭാവനകൾ അർപ്പിച്ച ഒരുപാട് പേരുണ്ട്. ഇത് വിജയിപ്പിക്കാൻ വേണ്ടി ദിവസങ്ങളായി കഠിനാധ്വാനം ചെയ്ത് ഓടി നടക്കുന്ന പ്രവർത്തകരുണ്ട്. അതിനെല്ലാം നേതൃത്വം വഹിക്കുന്ന കമ്മിറ്റിക്കാരുണ്ട്. പടച്ചവനെ, ഇതിനെ സഹായിച്ചവരെയും ശാരീരികമായും സാമ്പത്തികമായും സഹായിച്ചവരെ നീ പ്രത്യേകം പരിഗണിക്കണേ അല്ലാഹ്. ഈ മഹല്ലിന്റെ കെട്ടുറപ്പ് നിലനിർത്തണം റഹ്മാനെ. ഐക്യം നിലനിർത്തണേ റഹ്മാനെ. ബിദ്അത്തിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. പടച്ചവനെ, വാഹനാപകടങ്ങളിൽ മരിച്ചു പോകുന്നതിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളിൽ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഗൾഫ് രാജ്യങ്ങളിൽ ജീവിക്കുന്ന, വിദേശ നാടുകളിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളെ പ്രവാസി സുഹൃത്തുക്കൾക്ക് അവരുടെ ജോലികളിൽ നീ ഖൈറും ബറക്കത്തും ഐശ്വര്യവും വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ റഹ്മാനെ. വിസയില്ലാത്തവർക്ക് വിസ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, അവർക്ക് വിദേശ നാടുകളിൽ അവർ താമസിക്കുന്ന നാടിന്റെ കാനൂനുകൾ അവർക്ക് അനുകൂലമാക്കി കൊടുക്കണേ അല്ലാഹ്. കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു നിൽക്കുന്ന സമയത്ത് അവിടെ വെച്ച് അവരെ മരിപ്പിക്കരുതേ റഹ്മാനെ. സന്തോഷമായി നാട്ടിലെത്തിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഹജ്ജിന് പോകാൻ ഭാഗ്യം തരണേ റഹ്മാനെ. മദീനയിൽ ഞങ്ങൾ എത്തിച്ചു തരണേ അല്ലാഹ്. എന്റെ ഹബീബായ നബി തങ്ങളെ ഒന്ന് സ്വപ്നത്തിലെങ്കിലും കാണിച്ചു തരണേ റഹ്മാനെ. മദീനയിൽ ചെന്ന് എന്റെ ഹബീബിന്റെ ഹദ്റത്തിൽ ഞങ്ങൾ കുടുംബത്തെ നിർത്തിയിട്ട് തങ്ങൾക്ക് സലാം പറയാനും പറയിപ്പിക്കാനും ഒരിക്കലെങ്കിലും അവിടുന്ന് സലാം മടക്കണതെന്ന് കേൾക്കാനും ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ തമ്പുരാനെ. ഞങ്ങളെ സലാം തങ്ങൾ മടക്കി കിട്ടണേ അല്ലാഹ്. നന്നാകണമെന്ന ചിന്ത കൊണ്ട് കള്ളത്തൊരീക്കത്തിൽ പോയി കുടുങ്ങുന്നതിനെ തൊട്ട് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റിയ നിന്റെ ഹബീബ് പൊരുത്തപ്പെട്ട ഒരു മുർഷിദിനെ നീ ഞങ്ങൾക്ക് കാണിച്ചു തരണേ അല്ലാഹ്. ഞങ്ങൾ അത് വിചാരിച്ച് എവിടെയെങ്കിലും ചെന്ന് പെടുന്നത് കള്ളത്തൊരീക്കത്തിലായി ഞങ്ങളെ ഈമാനിന് കേടുപറ്റല്ലേ അല്ലാഹ്.
ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ സുന്നത്ത് ജമാഅത്തിന്റെ സയ്യിദന്മാര്, ആലിമീങ്ങൾ, സംഘടനാ പ്രവർത്തകർ, ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർ, ഈ മഹല്ലത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ബേക്കർ ഉസ്താദ്, അബ്ബാസ് ഉസ്താദ് തുടങ്ങി ഒരുപാട് പണ്ഡിതന്മാരും സാധാരണക്കാരും ഞങ്ങളെ പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ പലരും മരിച്ചുപോയി. ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാർ പലരും മരിച്ചു. അവരുടെയൊക്കെ ഖബർ നിന്റെ റഹ്മത്ത് കൊണ്ട് നിറക്കപ്പെട്ട സ്വർഗത്തിന്റെ ഉദ്യാനങ്ങളാക്കണേ അല്ലാഹ്. നിന്റെ അദാബ് കൊണ്ട് നിറക്കപ്പെട്ട നരകത്തിന്റെ ശബ്ദം പോലും കേൾപ്പിക്കരുതേ തമ്പുരാനെ. അല്ലാഹുവേ, നസുഹായ തൗബയും കാമിലായ ഈമാനും തന്ന് ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി വരിപ്പിച്ചു തരണേ റഹ്മാനെ. നാളത്തെ പരലോകം എല്ലാ നിലയിലും ഞങ്ങൾക്ക് സന്തോഷവും വിജയവും സലാമത്തുമാക്കണേ അല്ലാഹ്. നിന്റെ ഹബീബായ നബി തങ്ങളുടെ ശഫാഅത്തും ഹൗദുൽ കൗസറും നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ഹിസാബ് കൂടാതെ ഞങ്ങളെ സ്വർഗ്ഗത്തിലാക്കി തരണം റഹ്മാനെ. ഞങ്ങളിൽ പലരും പല സദസ്സരും വാഴ് പറഞ്ഞു നടക്കുന്നവരാണ്. ഞങ്ങളുടെ വാളുകളോട് ചിന്തിച്ചൊരു മനുഷ്യൻ നന്നായി സ്വർഗത്തിൽ പോകുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ അവരോട് വാള് പറഞ്ഞ ഞങ്ങളെ നീ നരകത്തിലേക്ക് വിടരുതേ അല്ലാഹ്. പഠിച്ചവനെ, ഞങ്ങളെ ഹസനാത്തുകൾക്ക് ഭാരം നൽകണേ റഹ്മാൻ. സിറാത്ത് പാലം പിന്നറിയും പ്രകാരം ഞങ്ങളെ കടത്തി തരണേ അല്ലാഹ്. സ്വർഗത്തിൽ നിന്റെ ഹബീബായ റസൂലുള്ളാഹിന്റെ ജിവാറിൽ ഞങ്ങളെയും കുടുംബത്തെയും ഒരുമിച്ച് കൂട്ടി തങ്ങളുടെ മുറാഫഖത്തും നിന്റെ ലിഖാഉം തന്ന് സന്തോഷിപ്പിക്കണേ റഹ്മാനെ. ഞങ്ങൾ ദുആ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. ബിഹഖ് നബിയിക മുഹമ്മദിൻ സല്ലല്ലാഹു അലാ